മിഴിയോരം. രചന മുഹസിന അൻസീർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ചന്ദ്രി, കുറെ കാലത്തിന് ശേഷം നമ്മുടെ മോളുടെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരാശ്വാസം തോന്നുക. ആ ടൗണിൽ നമ്മുടെ ഈ ഗ്രാമത്തിലേക്ക് താമസം മാറിയത് നന്നായി എന്നാ തോന്നണേ. അതേ മഹിയേട്ടാ, നമ്മളെടുത്ത ആ തീരുമാനം മിത്തുമോൾ ഒരുപാട് മാറ്റി. ഇവിടെ വെച്ച് തന്നെ എത്രയും പെട്ടെന്ന് അവൾ വിവാഹം കൂടി നമുക്ക് നടത്തിയാലോ മഹിയേട്ടാ? അതെ, ഈ മഹേശ്വറിന്റെ മുഴുവൻ ബിസിനസ്സും നോക്കി നടത്താൻ കഴിവുള്ള ഒരു ബിസിനസ് മാഗ്നറ്റിനെ തന്നെ കണ്ടുപിടിച്ച് ആർഭാടത്തോടെ തന്നെ നമ്മുടെ മിത്തുമോളുടെ വിവാഹം ഉടനെ നമുക്ക് നടത്തണം. സർ, ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. പേര് മിത്ര മഹേശ്വർ. ഈശ്വർ ഗ്രൂപ്പിന്റെ MD മഹേശ്വറിന്റെ ഏക മകളാണ്. ഇപ്പൊ MBA ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കുടുംബം ഇപ്പോഴൊന്ന് താമസം മാറി മഹേശ്വറിന്റെ ജന്മനാടായ പാലക്കാടാണ് താമസം. അവന്റെ കാപ്പി കണ്ണുകളൊന്ന് കുറുകി, ഇട്ടിരിക്കുന്ന ബ്ലേസർ ഒന്ന് നേരെയാക്കി, നീളം മുടികൾ ഒരു കൈ കൊണ്ട് കോതി ഒതുക്കി, കൂളിംഗ് ഗ്ലാസ് അഴിച്ചു വെച്ച് മുന്നിൽ നിൽക്കുന്ന തന്റെ പിയെ അടിമുടി നോക്കി. അവന്റെ നോട്ടം കണ്ട് ഇട്ടിരിക്കുന്ന സ്കേർട്ടിൽ അവരുടെ കൈകൾ മുറുകി. ശ്യാമ, എത്രയും പെട്ടെന്ന് പാലക്കാട്ടേക്ക് പോകാനുള്ള കാര്യങ്ങൾ റെഡിയാക്കും. ഓക്കെ സർ. ആ നിമിഷം ചുമരിൽ തറപ്പിച്ചിരിക്കുന്ന വിലപിടിപ്പുള്ള ഫ്രെയിം താഴേക്ക് വീണ് ചിന്നിച്ചിതറി. ശ്യാമയും ശേബാലും ഒരുപോലെ ഞെട്ടി. അതേസമയം ഇത്രയും കൂട്ടുകാരെയും കോളേജ് വിട്ട് വീട്ടിലേക്ക് മടങ്ങിയായിരുന്നു. മിത്ര, നിക്ക്, നീ ഇങ്ങനെ സ്പീഡിൽ നടക്കാതെ, എനിക്ക് നിന്റെ ഒപ്പം എത്താനാവുന്നില്ല. മോളെ അഞ്ചു, ഇപ്പൊ തന്നെ നമ്മൾ ഒരുപാട് വൈകി. ഇനി വൈകിയാലേ നല്ല ഇരുട്ടാവും. മിത്ര, ഒന്ന് നിക്കടി, എനിക്ക് തീരെ വയ്യ. ഈ അഞ്ജലി കണ്ണടച്ച് 5 വരെ എണ്ണുമ്പോഴേക്കും നീ ഇവിടെ എന്റെ അരികിലെത്തണം. നീ അവിടെ എണ്ണി ഇരുന്നാ മോളെ അഞ്ചു, ഞാൻ പോവാ. 1 2 3 4 5. ആഹാ, മിത്രക്കുട്ടി, ഞാൻ പറഞ്ഞ പോലെ കേട്ടല്ലോ. മിത്ര, നീ എന്റെ മുത്താടി. വാ, ഇനി നമുക്ക് ഒരുമിച്ച് നടക്കാം. ഇങ്ങനെ ഒരുമിച്ച് നടക്കുമ്പോഴേ നമുക്ക് പെട്ടെന്ന് വീട്ടിലെത്താൻ പറ്റും. അവർ ആ നാട്ടുപാതയിലൂടെ നടന്നു നീങ്ങി. മിത്ര, നമുക്ക് ആ ശിവക്ഷേത്രത്തിലൊന്ന് കയറിയാലോടി. നീ എന്തൊന്നും മിണ്ടാത്തെ? മിത്ര, മിത്ര. അഞ്ജലിയുടെ കണ്ണുകൾ ചുറ്റും പരതി. മിത്രയെ അവിടെ എവിടെയും കണ്ടില്ല. അഞ്ജലിയുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു. ചുറ്റും ഇരുട്ടി തുടങ്ങി. ശിവക്ഷേത്രത്തിലെ ചെറിയ വെളിച്ചം മാത്രം. ഭയത്താൽ അവൾ വിറക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവളുടെ ഫോൺ റിങ് ചെയ്തു. സ്ക്രീനിൽ മിത്ര എന്ന പേര് തെളിഞ്ഞു കണ്ടു. വിറയലോടെ അവൾ കോൾ എടുത്തു. ഹലോ, ഹലോ അഞ്ജു, നീ ഇത് എവിടെയാ? ഹലോ മിത്ര. അഞ്ജു, ഞാനിവിടെ വീട്ടിലെത്തി. നീ ഇപ്പോഴും അവിടെ എണ്ണി നിപ്പാണോ? എന്ത്? എടി മണ്ടി, നേരെ ഇരുട്ടി തുടങ്ങി. വേഗം വീട്ടിലേക്ക് പോകാൻ നോക്ക്. പോത്തുപോലെ വളർന്നിട്ട് അവിടെ കുട്ടികൾ മാറിയിട്ടില്ല. നീ വീട്ടിലെത്തിയിട്ട് വിളിക്കേ. അഞ്ജലി ഫോണും പിടിച്ച് അവിടെ തന്നെ തറഞ്ഞിന്ന് പോയി. പിന്നെ എന്തോർത്ത പോലെ വീട്ടിലേക്ക് ഒരു ഓട്ടമായിരുന്നു. വീട്ടിലെത്തിയ അഞ്ജലി ഡ്രസ്സ് പോലും മാറാതെ അമ്മയെ കെട്ടിപ്പിടിച്ച് നടന്ന കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. എൻ്റെ അഞ്ചു മോള് ഇത്ര വണ്ടിയായി പോയല്ലോ. മിത്ര മോള് മോളെ പറ്റിച്ചാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം ഇല്ലാതായി പോയല്ലോ എൻ്റെ കുട്ടിക്ക്. ഇല്ലമ്മേ, അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. അമ്മക്ക് അവൾ അറിയുന്നല്ലേ. ടൗണിൽ നിന്ന് ഇവിടെ വന്ന നാളെ മുതലേ അവളൊരു മിണ്ടാപൂച്ചയായിരുന്നില്ലേ. എന്നോട് കൂട്ടുകൂടാൻ തുടങ്ങിയപ്പോഴാ കുറച്ചെങ്കിലും സംസാരിച്ചു തുടങ്ങി. ആ, അതെന്നെ ഈ അമ്മയും പറഞ്ഞ് നിന്റെ കൂടെ കൂട്ടുകൂടി നിന്റെ എല്ലാ വികൃതികളും അവൾക്ക് കിട്ടിയെന്ന്. മോളി ഡ്രസ്സ് മാറി വാ, അപ്പോഴേക്കും അമ്മ എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വെക്കാം. ഫുഡ് കഴിച്ച് എൻ്റെ മോൾക്ക് പോയ ബോധം തിരിച്ചിട്ടിക്കോളൂ. അഞ്ജലി വേഗം ഫോൺ എടുത്ത് മിത്രയുടെ നമ്പറിലേക്ക് വിളിച്ചു. മിത്ര, ഞാൻ പറഞ്ഞ കേട്ടിട്ട് നീ എന്തടിയൊന്നും മിണ്ടാത്തെ? അഞ്ജു, നീ പറഞ്ഞൊക്കെ ഞാൻ വിശ്വസിച്ചു. നിന്നെ തനിച്ചാക്കിയാൽ വന്നുകൊണ്ട് എന്നെ പറ്റിക്കാൻ പറഞ്ഞാണെങ്കിലും സംഭവം കൊള്ളാം. നിനക്ക് ഇങ്ങനെയാണെങ്കിൽ സ്റ്റോറി എഴുതിക്കൂടെ അഞ്ജു? ഇടി മിത്ര, ഞാൻ പറഞ്ഞ സത്യ, നീ എന്നെ ഒന്ന് വിശ്വസിക്ക്. അഞ്ജു, അങ്ങനെയാണെങ്കിൽ നിനക്ക് തോന്നിയതാവും. നീ എണ്ണാൻ തുടങ്ങിയപ്പോഴേ ഞാൻ അവിടെ നിന്ന് സ്ഥലം വിട്ടിരുന്നു. അഞ്ജലി ആ സംഭവം ഒന്നുകൂടി ഓർത്തെടുത്തു. മിത്ര പറഞ്ഞ പോലെ അത് അവളുടെ തോന്നലായി കാണാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവളുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു. പാലക്കാടേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാണ് സർ. ശ്യാമ, തന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഈ സാർ വിളിയും നിർത്താൻ. കോൾമി JP. ഈ ജയപാലിന് താൻ അങ്ങനെ വിളിക്കുന്ന കേൾക്കാൻ ഇഷ്ടം. സോറി സർ. ജയപാൽ ശ്യാമയെ രൂക്ഷമായി നോക്കി. സോറി JP. ശ്യാമ, അടുത്തേക്ക് വാ, ഹഗ് മീ. ജയപാലിന്റെ വാക്കുകൾ കേട്ട് ശ്യാമയുടെ കൈകാലുകൾ വിറച്ചു. അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു. എല്ലാം നിർത്തിപ്പോവാൻ അവൾ ആഗ്രഹിച്ചു. പക്ഷെ എങ്ങോട്ട് പോകും? എനിക്കിഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കാൻ വീട്ടുകാരെ എതിർത്തപ്പോൾ വീട്ടുകാരെ ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങി വന്നതാണ്. 1 മാസം കഴിഞ്ഞപ്പോൾ അവൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിച്ചു. മയക്കുമരുന്നിന്റെ ലോകത്തായിരുന്നു അവൻ. അവന്റെ കാമം തീർക്കാനുള്ള ഒരു യന്ത്രം മാത്രമായിരുന്നു അവന് ഞാൻ. എന്നും ഉപദ്രവിക്കും. സ്നേഹത്തോടെ എന്നെ ഒന്ന് ചേർത്ത് നിർത്തിയിട്ടില്ല, തലോടിയിട്ടില്ല. എന്തിന്? സ്നേഹത്തോടെ നോക്കിയിട്ട് പോലുമില്ല. എല്ലാം ശരിയാവുമെന്ന് വിചാരിച്ച് 1 വർഷത്തോളം ഞാൻ ക്ഷമിച്ചു. പക്ഷേ ഫലമുണ്ടായിരുന്നില്ല. മയക്കുമരുന്ന് ഉപയോഗിക്കാൻ എന്നെയും കൂടി നിർബന്ധിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് അവൻ കിട്ടിയ താലിയും വലിച്ചൂരി ഇറങ്ങി വന്നാണ്. വീട്ടിലേക്ക് തിരിച്ചുപോയി വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ മനസ്സനുവദിച്ചില്ല. വീട്ടുകാർ വേണ്ട എന്ന് പറഞ്ഞിട്ടും ആ ദുഷ്ടന്റെ കൂടെ ഇറങ്ങി വന്നാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അവരുടെ മുമ്പിൽ പോയി നിൽക്കാൻ ഒരു യോഗ്യതയും എനിക്കില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് അലഞ്ഞു, ഒന്നും കിട്ടിയില്ല.
ഒടുവിൽ പരാജയപ്പെട്ടു എന്ന് സ്വയം തോന്നിയപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ആരും കാണാത്ത ലോകത്തേക്ക് ഒളിച്ചോടാൻ ഞാനും തീരുമാനിച്ചു. ആദ്യം വന്ന വണ്ടിയുടെ മുമ്പിൽ എടുത്തിയാടി. ഈ ജീവിതത്തിൽ നിന്ന് അങ്ങനെ ഒളിച്ചോടാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. ഞാൻ ഒളിച്ചോടാൻ വേണ്ടി ചാടിയത് മാഗസിനിൽ മാത്രം വായിച്ചു കേട്ട കേരളത്തിലെ നമ്പർ 1 ബിസിനസ് മാഗ്നറ്റും JP ഗ്രൂപ്പിന്റെ അധിപനുമായ JP എന്ന ജയപാലിന്റെ മുമ്പിലായിരുന്നു. അവിടെ തൊട്ട് എന്റെ ജീവിതം മാറി. ഞാൻ അയാളുടെ PA ആയി മാറി. PA എന്നാൽ പേഴ്സണൽ അസിസ്റ്റന്റ് എന്നായിരുന്നില്ല. അയാളുടെ കണ്ണിൽ PA എന്നാൽ അയാൾ പറയുന്നത് എന്തു അനുസരിക്കുന്ന ആളെന്നായിരുന്നു. JPയുടെ കൈ അവിടെ മുഖത്തേക്ക് ആഞ്ഞു വീശിയപ്പോഴാണ് ചിന്തകളുടെ ലോകത്ത് നിന്ന് അവൾ ഉണർന്നത്. ശ്യാമ, ഞാൻ പറഞ്ഞ നീ കേട്ടില്ലേ? അഗ്മി. JP അവന്റെ ക്യാബിനിൽ ശക്തമായി ഇടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് ശ്യാമ പേടിച്ച് JP കെട്ടിപ്പിടിച്ചു. അവന്റെ കൈകൾ അവിടെ മുടികളിൽ കൂടി തലോടി. ശ്യാമ, ഞാൻ പറഞ്ഞ നീ ആദ്യമേ കേട്ടിരുന്നെങ്കിൽ തന്നെ എനിക്ക് തല്ലേണ്ടി വരുമായിരുന്നില്ലല്ലോ. നിങ്ങൾ തല്ലുന്നതിനേക്കാൾ എനിക്ക് വേദനിക്കുന്നു നിങ്ങളുടെ ഇതുപോലുള്ള ആജ്ഞ അനുസരിക്കേണ്ടി വരുമ്പോഴാണ് എന്ന് ശ്യാമ മനസ്സിലോർത്തു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ശ്യാമ, എൻ്റെ കൂടെ പാലക്കാട്ടേക്ക് നീ വരണം. അതുകൂടി കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ വാശിയോടെ നിറഞ്ഞൊഴുകി. മോളെ മിത്തു, നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? കോളേജിൽ പോകേണ്ടതല്ലേ? മമ്മി, എനിക്കെന്തോ വയ്യ. എന്തു പറ്റി മോളെ? ചന്ദ്രിക ആദ്യോടെ മിത്രയുടെ നെറ്റിൽ കൈവച്ച് നോക്കി. അയ്യോ, നല്ല ചൂടുണ്ടല്ലോ മോളെ. ഞാൻ മയ്യേട്ടനോട് ഡോക്ടറെ വിളിക്കാൻ പറയട്ടെ. അതും പറഞ്ഞ് അവർ വേഗം മുറിയിൽ നിന്ന് മഹേഷിന്റെ അടുത്തേക്ക് ഓടി. മയ്യേട്ടാ, മിത്തുമോൾക്ക് നല്ല പനിയാ, വേഗം ഡോക്ടറെ വിളിക്ക്. നീ ഇങ്ങനെ ടെൻഷനാവാതെ ചന്ദ്രി, ഞാൻ അരുൺ ഡോക്ടറെ വിളിക്കാം. വിളിച്ച നിമിഷങ്ങൾക്കകം കൊണ്ട് അവരുടെ ഫാമിലി ഡോക്ടർ അരുൺ അവിടെ എത്തിയിരുന്നു. അരുൺ മിത്രയുടെ BP ടെസ്റ്റ് ചെയ്തു. ഏയ്, ഇത് പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു പനിയാ. ഈ ടാബ്ലറ്റ് കഴിച്ചാൽ മതി. പിന്നെ ഫ്രൈ ചെയ്ത ഫുഡൊന്നും 2 ദിവസത്തേക്ക് കഴിക്കണ്ട. ഡോക്ടർ പറയുന്ന കേട്ടപ്പോൾ ചന്ദ്രിക്ക് സമാധാനമായി. ചന്ദ്രയെടുത്തി, മിത്തുമോൾക്ക് എന്താ പറ്റിയേ? പേടിക്കാനൊന്നുമില്ല വിമലെ, ചെറിയൊരു പനി, അത്രയേ ഉള്ളൂ. ഞാൻ വിളിച്ചപ്പോൾ നിന്നോട് പറഞ്ഞല്ലേ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാന്ന്. ചന്ദ്രയെടുത്തി, കുറച്ച് ദിവസമായില്ലേ മിത്തുമോളെ ഒന്ന് കണ്ടിട്ട്? ഞാൻ വിച്ചേട്ടുണ്ട് ഇന്നലെ പറഞ്ഞേ ഉള്ളൂ മോളെ ഒന്ന് കാണണമെന്ന്. അതും പറഞ്ഞ് എടുത്തി വിളിച്ചപ്പോഴാ മിത്തുമോൾക്ക് വയ്യാന്ന് കേട്ടത്. അപ്പം തന്നെ നമ്മൾ പുറപ്പെട്ടു. മിത്തുമോൾ എവിടെ എടുത്തി? അവള് റൂമിലുണ്ട്. വിമല മിത്രയുടെ മുറിയിലേക്ക് നടന്നു. മോളെ മിത്തു, അമ്മ എപ്പോഴാ വന്ന്? ഞാനിപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. വിമല മിത്രയുടെ നെറ്റിൽ കൈവച്ച് നോക്കി. ഇപ്പോൾ പനി കുറവുണ്ടോ മോളെ? ആ, കുറവുണ്ടമ്മേ, പക്ഷെ നല്ല ക്ഷീണമുണ്ട്, അതാ ഞാൻ കിടന്ന്. മോളൊന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ക്ഷീണമൊക്കെ മാറിക്കോളൂ. മോള് കിടന്നോ? അച്ഛൻ വന്നിട്ടുണ്ടോ അമ്മേ? പിന്നെ വരാതെ ഇവിടെ വന്ന് കയറിയിടുന്നൊരു കോള് വന്ന് അവരോട് സംസാരിച്ചോണ്ടിരിക്കുക. മിത്തുമോളെ. അച്ഛാ, പനി എങ്ങനെയുണ്ട് മോളെ? കുറവുണ്ട് അച്ഛാ. വിച്ചേട്ടാ, മിത്തുമോള് കുറച്ചു നേരം ഉറങ്ങട്ടെ, മോൾക്ക് നല്ല ക്ഷീണമുണ്ട് അത്രേ. വിഘ്നേശ്വർ. ആ ഏട്ടാ. കുറെ ദൂരെ യാത്ര ചെയ്തു വന്നല്ലേ, ഫ്രഷായി ഭക്ഷണം കഴിച്ചൊന്ന് വിശ്രമിക്കുക. മഹേശ്വറിന്റെ ഒരേ ഒരു അനുജനാണ് വിഘ്നേശ്വർ. അവർ തമ്മിൽ 10 വയസ്സിന്റെ വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെ വിഘ്നേശ്വർ മഹേശ്വറിനോട് ബഹുമാനത്തിൽ കിടന്ന സ്നേഹമാണ്. 10 വർഷങ്ങൾക്ക് ശേഷമാണ് മഹേശ്വറിനും ചന്ദ്രയ്ക്കും കുട്ടികളുണ്ടാവുന്നത്. വിഘ്നേശ്വറിനും ഭാര്യ വിമലയ്ക്കും കുട്ടികളില്ല. അതുകൊണ്ട് തന്നെ മിത്ര അവർക്ക് സ്വന്തം മകളെ പോലെയാണ്. മിത്രക്ക് അവരോട് നല്ല സ്നേഹവും ബഹുമാനവും തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവൾ സ്നേഹത്തോടെ വിഘ്നേശ്വറിനെ അച്ഛനെന്നും വിമലെ അമ്മയെന്നും വിളിക്കുന്നത്. ശ്യാമ. യെസ് സർ. സോറി JP. താനിത് ദിവസം തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു കാര്യം ചെയ്യാം, താൻ വേണേ JP സാറെന്ന് വിളിച്ചോ. അവൾ പതിയെ മൂളി. ശ്യാമയ്ക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടോ? താൻ കൂടെയുള്ളതുകൊണ്ട് മാത്രമാണ് ഹോട്ടലും അപ്പാർട്ട്മെന്റ്സും എല്ലാം ഒഴിവാക്കി ഞാൻ ഈ വീട് റെന്റിനെടുത്ത്. അവിടെ നിന്ന് അവളെ കൊന്നാൽ പോലും ആരും അറിയില്ലെന്ന് അവൾ ഓർത്തു. താൻ എന്തായി ആലോചിക്കുന്നത്? ആലോചനയ്ക്ക് മാറ്റി പെട്ടെന്ന് കുളിച്ച് ഡ്രസ്സ് മാറ്റുക. നമുക്ക് ഈ നാടകമൊന്ന് ചുറ്റി കാണാം. ഞാൻ തന്നെ ഭാര്യയൊന്നുമല്ലല്ലോ എന്നെ കൂടി നാട് ചുറ്റാൻ എന്ന് മനസ്സിൽ പറഞ്ഞു. പിന്നെ എന്തോർത്ത പോലെ ശ്യാമ അവിടെ നെറ്റിയിൽ ഒരു കൊട്ടു കൊടുത്തു. ഏത് നിമിഷത്തിലാണാവോ ഇയാളുടെ വണ്ടിയുടെ മുമ്പിൽ തന്നെ എനിക്ക് ചാടാൻ തോന്നിയേ. പല്ലിയടിച്ചുകൊണ്ട് അത്രയും മനസ്സിൽ പറഞ്ഞ് ശ്യാമ മുറിയുടെ വാതിൽ ശക്തിയിൽ അടച്ചു. മോളെ അഞ്ചു, എഴുന്നേക്ക്. 3 ദിവസമായാലും കോളേജിൽ പോയിട്ട്. അമ്മേ, എൻ്റെ ഫോൺ എവിടെ? ആ, എഴുന്നേൽക്കുമ്പോൾ ആ കുന്ത്രാണ്ട ഫോണിനെ കണിയണ്ടില്ലെങ്കിൽ നിനക്ക് എഴുന്നേൽക്കാൻ കഴിയില്ലായിരിക്കും അല്ലേ? അതല്ലമ്മേ, മിത്ര ഇന്ന് കോളേജിൽ പോകുന്നുണ്ടോന്ന് അവിടെ വിളിച്ച് ചോദിക്കാൻ വേണ്ടിയാ. മിത്ര കോളേജിൽ പോയില്ലെങ്കിൽ നീയും പോയില്ല അല്ലേ? ഇങ്ങനെ ഒരു മടിച്ച് പെണ്ണ് എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തു നിൽക്കുക. ഇതിനെയൊക്കെ വേഗം കെട്ടിച്ചു വിടുന്നതാ നല്ലത്. അമ്മ ഇങ്ങനെയൊന്നും പറഞ്ഞെന്നെ കൊതിപ്പിക്കില്ലേ? അഞ്ജലി ഒന്ന് കൊഞ്ചിക്കൊണ്ട് അമ്മയോട് പറഞ്ഞു. അയ്യേടാ, പെണ്ണിന്റെ ഒരു കൊഞ്ചില് കണ്ടില്ലേ? മിത്രയുടെ അപരയെ കണ്ടു എന്ന് പറഞ്ഞ് എന്തൊക്കെ ബഹളായിരുന്നു. അന്നേരം വായിലെ നാക്കും കയ്യിലെ വികൃതിയെല്ലാം കൂടി നാട് വിട്ട അവസ്ഥയായിരുന്നല്ലോ നിനക്ക്. അത് കേട്ടപ്പോൾ മറക്കാൻ ശ്രമിക്കുന്ന ആ ഓർമ്മ വീണ്ടും അവളിലെത്തി. ഉള്ളിൽ ഭയം ഓടിയെത്തി. അതും പറഞ്ഞു പോകുന്ന അമ്മയെ ഒന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കണമെന്ന് അവൾക്ക് തോന്നി. പക്ഷെ ശബ്ദം പുറത്തേക്ക് വന്നില്ല.
മിത്ര കോളേജിൽ പോവാതിരിക്കുമ്പോൾ ഞാനും പോവാതിരിക്കൽ പതിവാണ്. പക്ഷെ ഇത്തവണ പോവാതിരിക്കാൻ കാരണം അത് മാത്രമായിരുന്നില്ല. അന്ന് ആ ശിവക്ഷേത്രത്തിന്റെ അടുത്തുവരെ എന്നോടൊപ്പം ഉണ്ടായിരുന്നത് മിത്രയുടെ അതേ രൂപസാദൃശ്യമുള്ള ആരായിരുന്നു? അഞ്ജലിയുടെ ചിന്ത അതുമാത്രമായിരുന്നു. അതേസമയം മിത്രയുടെ തറവാട്ടിൽ ശാന്തമായ അന്തരീക്ഷം, സുഗന്ധമുള്ള ഒരു തണുത്ത കാറ്റ് വീശുന്നുണ്ട്. നാലുകെട്ട് തറവാടിന്റെ ഭംഗി നഷ്ടപ്പെടാതെ തന്നെ മനോഹരമായി ആ നാലുകെട്ട് തറവാട് പുതുക്കി പണിതിട്ടുണ്ട്. ഈശ്വർ ഭവനം എന്ന് നല്ല ഭംഗിയിൽ ലിപിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളർ ഇന്നോവ കാർ ഈശ്വർ ഭവന്റെ മുറ്റത്ത് വന്ന് നിന്നു. അതുവരെ ശാന്തമായിരുന്ന അന്തരീക്ഷത്തിൽ പൊടി പറത്തിക്കൊണ്ട് ശക്തമായ കാറ്റ് വീശി. മിത്രയുടെ മുറിയുടെ തുറന്നു കിടന്ന ജനൽ കാറ്റിന്റെ ശക്തിയിലടഞ്ഞ് ഗ്ലാസ് ചില്ലുകൾ തകർന്നു. ആ ശബ്ദം കേട്ട് മിത്ര ഉണർന്നു. ഇന്നോവ കാറിൽ നിന്ന് ബ്ലാക്ക് ഷർട്ടും വൈറ്റ് ധോത്തിയും എടുത്ത ഒരാൾ ഇറങ്ങി. ചന്ദ്രേട്ടാ, ഈ അനിയത്തിയെ മറന്നു. എത്രയായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്? സോറി ചന്ദ്ര, ഞാൻ ഓരോരോ തിരക്കിലായി പോയി. നിങ്ങൾ പിന്നെ ആ അടിപൊളി പട്ടണത്തിൽ നിന്ന് കൂടുമാറി ഇത്രയും ദൂരത്തേക്ക് വന്നില്ലേ? ചന്ദ്രേട്ടന് കാര്യങ്ങളൊക്കെ അറിയുന്നല്ലേ. വന്ന കാലത്ത് തന്നെ നിൽക്കാൻ അകത്തേക്ക് വാ. ചന്ദ്രേട്ട ഇവിടെ ഇരിക്കും, ഞാൻ ചായ എടുത്തിട്ട് വരാം. മിത്തുമോൾ എഴുന്നേറ്റിട്ടില്ലേ? ആ, ഇപ്പൊ എഴുന്നേറ്റിട്ടുണ്ടാവും. അതും പറഞ്ഞ് ചായ എടുക്കാൻ ചന്ദ്ര അടുക്കളയിലേക്ക് പോയി. ആഹാ, മാമന്റെ മിത്തുമോൾ ഇത്ര പെട്ടെന്ന് കോളേജിൽ പോകാൻ റെഡി ആയോ? മാമൻ കൊണ്ടുവിടാം മോളെ. അവൾ ചന്ദ്രശേഖരനെ ദേഷ്യത്തോടെ നോക്കി. അവളുടെ മുഖമിരുണ്ടു. നിഷേധാർത്ഥത്തിൽ വേണ്ട എന്ന് തലയാട്ടി പുറത്തേക്ക് പോയി. ചന്ദ്രശേഖർ ആശ്ചര്യത്തോടെ ആ കാഴ്ച നോക്കിന്ന് പോയി. അപ്പോഴേക്കും ചന്ദ്രിക ഒരു കപ്പിൽ ചായയുമായി വന്നു. ഏട്ടന് പ്രീതേച്ചി ആദിമോനെയും കൂട്ടായിരുന്നു. പ്രീതക്ക് മുട്ടുവേദന ഉള്ളതുകൊണ്ട് ഇത്രയും ദൂരം യാത്ര ചെയ്തു വരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പിന്നെ ആദി, അവൻ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ, ഞാൻ കൂടെ കൂട്ടി വരാൻ. അവന്റെ മുറപ്പിണ്ണും മിത്രയെ കാണാൻ അവൻ എന്തായാലും വന്നോളും. അവര് തമ്മിൽ ഒരുമിച്ച് ജീവിക്കേണ്ടതല്ലേ? ചന്ദ്രശേഖരന്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു ആഗ്രഹം ആദ്യമായി കേട്ട ചെറിയ ഞെട്ടിലായിരുന്നു ചന്ദ്രിക. മമ്മി, ഇന്നെന്റെ പതിവ് കോഫി ഇട്ടില്ലല്ലോ. ചെണിങ്ങിക്കൊണ്ട് അതും പറഞ്ഞു വരുന്ന മിത്രയെ കണ്ടപ്പോൾ ചന്ദ്രശേഖർ ഒന്ന് ഞെട്ടി. മാമനെപ്പോഴാ വന്നേ? ആദ്യം അമ്മയും വന്നിട്ടുണ്ടോ? ചന്ദ്രശേഖരന്റെ കണ്ണുകൾ മിഴിഞ്ഞു. കുറച്ചു മുന്നേ തന്റെ മുമ്പിൽ നിന്ന് കടന്നുപോയുള്ള ആരാണെന്ന് ചിന്തിച്ചപ്പോൾ മനസ്സിലേക്ക് ഓടി വന്ന ആ പേരോർത്തപ്പോൾ അയാളുടെ കൈകൾ വിറച്ചു. നെഞ്ചിരിപ്പ് ഉയർന്നു. കയ്യിലുള്ള കപ്പിലെ ചൂടുള്ള ചായ പുറത്തേക്ക് തൂവി. പക്ഷേ അയാൾ അതറിഞ്ഞില്ല. അതിനേക്കാളും ചന്ദ്രശേഖരന്റെ ഉള്ളം പൊള്ളുന്നുണ്ടായിരുന്നു. അയ്യോ മാമ, ചായ ദേഹത്തായല്ലോ. അതുവരെ മിത്രയെ ശ്രദ്ധിച്ചിരുന്ന ചന്ദ്രികയുടെ കണ്ണുകൾ ചന്ദ്രശേഖരിലെത്തി. അയ്യോ ഏട്ടാ, പൊള്ളിയോ? അപ്പോഴാണ് ചന്ദ്രശേഖർ അത് അറിയുന്നത്. അയാൾ വേഗം എഴുന്നേറ്റ്. കുഴപ്പമൊന്നുമില്ല ചന്ദ്രി, ഞാനിപ്പോഴാ ഒരു കാര്യം ഓർത്ത്. ഇവിടെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിനെ കാണാനുണ്ടായിരുന്നു. ഞാൻ പിന്നെ വരാം. ഏട്ടനിപ്പോ വന്നല്ലേ ഉള്ളൂ, മയ്യേട്ടനെ കണ്ടില്ലല്ലോ, ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഞാൻ പിന്നെ ഒരു ദിവസം പ്രീതിയും കൂട്ടി വരാം. എന്നാ ഞാൻ പോട്ടെ. അതും പറഞ്ഞ ധൃതിയിൽ ചന്ദ്രശേഖർ വണ്ടിയിൽ കയറി. ഡ്രൈവർ വണ്ടി മുന്നോട്ടെടുത്തു. അഞ്ജലിയുടെ ചിന്തകളെ മുറിച്ചുകൊണ്ട് മിത്രയുടെ കോള് വന്നു. ഹലോ അഞ്ജു, ഞാൻ ഓക്കെ ആയി. പനി ഒരു ദിവസം കൊണ്ട് തന്നെ മാറിയിരുന്നു. പക്ഷെ അതിന്റെ കൂടെ കിട്ടിയ ചില ആളുകൾ പോകാൻ 2 ദിവസം കൂടി എടുത്തു. ഇന്ന് കോളേജിൽ പോകണ്ടേ? ആ മിത്ര, എന്നാ റെഡി ആവട്ടെ? ഓക്കെടി. മിത്രയോട് സംസാരിക്കാൻ മടിയുള്ള പോലെ അഞ്ജലി വേഗം ഫോൺ കട്ട് ചെയ്തു. മമ്മി, ഞാൻ ഇറങ്ങുവാണേ. മോളെ മിത്തു, ഡാഡി കൊണ്ടുവിടാം. മുറ്റത്ത് ഇത്രയും വണ്ടിയും ഡ്രൈവറൊക്കെ ഉണ്ടായിട്ട് എന്തിനാ മോളെ ഇപ്പോഴിങ്ങനെ വാശി കാണിക്കുന്നത്? ഏയ് വാശിയല്ലേ ഡാഡി, ഈ നാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചും ബസ്സിൽ തൂങ്ങി പിടിച്ച് പോകുന്നതിൻ്റെ സുഖം AC ഉള്ള കാറിൽ ചില്ലുകൂട്ടിൽ യാത്ര ചെയ്താൽ കിട്ടില്ല. ഞാൻ ഡാഡിയോട് എത്രയാണോ പറഞ്ഞ, ഇനി എന്നെ നിർബന്ധിക്കല്ലേ. ഇനിയൊന്നും പറയാനില്ലാത്ത പോലെ മഹേശ്വർ ഒന്ന് മൂളി. മിത്ര അവിടെ ഡാഡിക്കും മമ്മിക്കും മുത്തം നൽകി കോളേജിൽ പോകാൻ ഇറങ്ങി. അഞ്ജലിയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു. മിത്രയുടെ വീട് കഴിഞ്ഞ് 2 വീട് അപ്പുറത്താണ് അഞ്ജലിയുടെ വീട്. അഞ്ജലി ഗേറ്റിന്റെ അടുത്ത് മിത്രയും കാത്ത് നിൽപ്പുണ്ടായിരുന്നു. ഹായ് അഞ്ജു. ഹായ്. ആദ്യം മിത്രയോട് സംസാരിക്കാൻ അഞ്ജലിക്ക് എന്തോ ഒരു മടി തോന്നിയെങ്കിലും മിത്രയുടെ നിഷ്കളങ്കമായ മുഖവും സംസാരമൊക്കെ കേട്ടപ്പോൾ അഞ്ജലിയും സംസാരിച്ചു തുടങ്ങി. ആ നാട്ടുപാതയിലൂടെ അവർ ബസ് സ്റ്റോപ്പിലേക്ക് എത്തി. ബസ് കയറി കോളേജിലെത്തി. എടാ ജിത്തു, ഇനി അവളെ വായി നോക്കിക്കാതെ നിനക്ക് അവളോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞൂടെ? കൈകോർത്ത് പിടിച്ച് നടന്നു പോകുന്ന മിത്രയെയും അഞ്ജലിയെയും നോക്കി ജിത്തുവിന്റെ ചങ്ങാതി പറഞ്ഞു. റിയാസേ, മിത്ര അവൾ എന്നിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. ആര് പറഞ്ഞു? ഓളിപ്പോ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോടാ. എന്റെ റിയാസേ, നീ ഇങ്ങനെ ചളിവാരി വെതറാതെ. സത്യം പറയാലോ ജിത്തു, നീ പറയുന്ന സാഹിത്യം എനിക്ക് മനസ്സിലാവുന്നില്ല. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറ. മിത്ര ടൗണിലൊക്കെ പഠിച്ചു വളർന്ന കുട്ടിയല്ലേ. അത് മാത്രമല്ല, ഈശ്വർ ഗ്രൂപ്പിന്റെ ഒരേ ഒരു അവകാശി. എന്നെപ്പോലെ ഒരു അപ്പായി ബ്രാഹ്മണനൊന്നും ആയിരിക്കില്ല അവളുടെ മനസ്സിൽ. ഇപ്പൊ അവൾ എന്നെ കാണുമ്പോൾ ചിരിക്കാരെങ്കിലും ഉണ്ട്. ഞാൻ ഇഷ്ടം തുറന്നു പറഞ്ഞ ആ മനോഹരമായ ചിരിയുടെ സ്ഥാനത്ത് എന്നോടുള്ള ദേഷ്യവും വെറുപ്പൊക്കെ ആയിരിക്കും. എനിക്കത് സങ്കല്പിക്കാൻ കൂടി വയ്യടാ. നീ തന്നെല്ലാം ഊച്ചി തീരുമാനിച്ച സ്ഥിതിക്ക് ജിത്തു, എനിക്ക് നിന്നോട് ഒന്നും പറയാനില്ല. ഏതെങ്കിലും മൊഞ്ചനോളെ കെട്ടിക്കൊണ്ടുപോകുന്നതിന് മുന്നെങ്കിലും ഈ സാഹിത്യം ഊക്ക് നിർത്തി അവളോട് ഇഷ്ടം തുറന്നു പറയാൻ നോക്ക്.
അതേസമയം തുറന്നിട്ട് ലാപ്ടോപ്പിൽ കാണുന്ന മിത്രയുടെ മുഖം സന്തോഷത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു ജയപാൽ. അവളെ ആദ്യമായി കണ്ട നിമിഷം അവൻ ഓർത്തെടുത്തു. ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞ് അടുത്തുള്ള മാളിൽ കയറിയതായിരുന്നു ജയപാൽ. പെട്ടെന്ന് ഇറങ്ങിയത് ഫോണിലായിരുന്നു ജയപാലിന്റെ ശ്രദ്ധ. ആ സമയത്താണ് ഷോപ്പിംഗ് കഴിഞ്ഞ് ധൃതിയിൽ ഇറങ്ങുന്ന മിത്ര JPയുമായി കൂട്ടിമുട്ടുന്നു. അവന്റെ കയ്യിലുള്ള ഫോൺ നിലംപതിച്ചത്. സോറി സർ എന്നുള്ള അവളുടെ പറച്ചിൽ പോലും അവൻ ശരിക്ക് കേട്ടില്ല. അവളുടെ സുന്ദരമായ മുഖവും ആ ശരീരഭംഗിയും മാത്രമേ അവൻ നോക്കിയുള്ളൂ. ധൃതിയിൽ കാറിൽ കയറി പോകുന്നവളുടെ ചിത്രം JP അവന്റെ മറ്റൊരു ഫോണിൽ പകർത്തി. ഓർമ്മകളിൽ നിന്നുണർന്നപ്പോൾ അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. മിത്ര, നീ ഇപ്പൊ എവിടെയാ? ഇവിടെ വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് നിന്നെ ഒന്ന് കാണാൻ പോലും എനിക്ക് പറ്റിയില്ലല്ലോ. അവൻ ടേബിളിൽ ശക്തിയായി ഇടിച്ചു. ശ്യാമ! അവന്റെ അലർച്ച കേട്ട് ശ്യാമ ഓടി വന്നു. നീ വേഗം റെഡിയാവും, നമുക്കൊന്ന് പുറത്തു പോവാം. മിത്ര, ഒരാഴ്ച കഴിഞ്ഞ് നമ്മുടെ കോളേജിന്റെ ആനിവേഴ്സറി അല്ലേ? നീ നന്നായി പാടുന്നല്ലേ? പാട്ട് ഞാൻ നിന്റെ പേര് കൊടുക്കട്ടെ? വേണ്ട മോളെ അഞ്ചു, സ്റ്റേജിൽ ഒറ്റക്കേറി പാടാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. നീയല്ലേ പറഞ്ഞേ സ്കൂളിൽ പഠിക്കുമ്പോൾ നീ പാട്ടിന് പങ്കെടുത്ത് സമ്മാനം കിട്ടാറുണ്ടെന്ന്? അന്നേരം ഒറ്റയ്ക്ക് സ്റ്റേജിൽ കയറാൻ മിത്ര നിനക്ക് പേടിയില്ലായിരുന്നോ? ആ ഓർമ്മയിൽ മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തു പറ്റി മിത്ര? ഏയ് ഒന്നുമില്ലടി, നമ്മൾ കുറേ നേരം അഞ്ചു ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ബസ് വരുന്ന കാണുന്നില്ലല്ലോ. അത് ശരിയാണല്ലോ. എന്താ കാരണം നമുക്ക് ആ കടയിൽ ചോദിക്കാം. നീ വാ. ചേട്ടാ, എന്താ ബസ്സൊന്നും വരാത്തത്? മക്കളറിഞ്ഞില്ലേ, നമ്മുടെ നാട്ടിൽ ഓടുന്ന ബസ്സിലെ കണ്ടക്ടറെ ആരോ തല്ലിയെന്ന്. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ബസ്സുകാരൊക്കെ സമരത്തില്ല. മിത്രയും അഞ്ജലിയും പരസ്പരം നോക്കി. ഇനി എന്ത് ചെയ്യടി? ഞാൻ ഡാഡി ഒന്ന് വിളിച്ചു നോക്കട്ടെ. മിത്ര ഫോൺ എടുത്ത് ഡാഡിയുടെ നമ്പറിലും മമ്മിയുടെ നമ്പറിലും മാറി മാറി വിളിച്ചു നോക്കി. പക്ഷേ കിട്ടിയില്ല. അഞ്ജു, ആരും വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഇനി എന്താ ചെയ്യാ? വാ, നമുക്ക് ഓട്ടോയിൽ പോവാം. അഞ്ജു, ഇത്രയും സമയത്ത് ഒരു ഓട്ടോ പോലും കാണുന്നില്ലല്ലോ. ഒരു കാറ് വരുന്നുണ്ട് മിത്ര, നമുക്ക് കൈ കാണിച്ചാലോ? അത് വേണോ? ഭാര്യയും കൂടെയുണ്ട്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ഞാൻ കൈ കാണിച്ച് നിർത്തിക്കാൻ പോവാ. അവളെ കണ്ടപ്പോൾ തേടിയ വള്ളി കാലിൽ ചുറ്റിയ സന്തോഷമായിരുന്നു അവനിൽ. ചേച്ചി, ബസ് സമരമായതുകൊണ്ട് ബസ് കിട്ടുന്നില്ല, ഒരു ഓട്ടോ പോലും കാണുന്നില്ല. ഒറ്റപ്പാലം വരെ ഞങ്ങളൊന്ന് കൊണ്ടുവിടുമോ? അഞ്ജലിയുടെ ചോദ്യം കേട്ട് ശ്യാമ JPയെ നോക്കി. അവൻ സന്തോഷത്തോടെ തലയാട്ടി. ഞങ്ങൾ ഒറ്റപ്പാലത്തേക്ക് തന്നെയാ, കുട്ടി കയറിക്കോളൂ. അഞ്ജലി മാറി നിൽക്കുന്ന മിത്രയും കൂട്ടി കാറിൽ കയറി. അപ്പോഴാണ് ശ്യാമ മിത്രയെ കണ്ടത്. JPയുടെ സന്തോഷത്തിന്റെ തലയാട്ടൽ അതുകൊണ്ടാണ് തിരിച്ചറിഞ്ഞപ്പോൾ ശ്യാമയ്ക്ക് പേടിയും സങ്കടവും ഒരുപോലെ തോന്നി. JP ആ നിമിഷം ശ്യാമയ്ക്ക് നേരെ തന്റെ ഫോൺ നീട്ടി. അതിൽ ടൈപ്പ് ചെയ്ത് വായിച്ചപ്പോൾ അവളുടെ തൊണ്ടയിടറി. JPയുടെ ക്രൂരമായ നോട്ട് അവളിൽ പതിഞ്ഞപ്പോൾ അവൾ ചുണ്ടുകൾ മെല്ലെ അനക്കി. മിത്രയോട് അഞ്ജലിയോടും സംസാരിക്കാൻ തുടങ്ങി. നിങ്ങളുടെ രണ്ടുപേരുടെയും പേരെന്താ? ഞാൻ അഞ്ജലി, ഇവൾ മിത്ര. ചേച്ചിയുടെ പേരെന്താ? ശ്യാമ. അവർ പരസ്പരം ഒരുപാട് സംസാരിച്ചു. വീണ്ടും ശ്യാമയെ ജയപാലൊന്ന് കടുപ്പിച്ചു നോക്കി. അതിന്റെ അർത്ഥം മനസ്സിലായ പോലെ സങ്കടത്തോടെ ശ്യാമ വീണ്ടും സംസാരിച്ചു തുടങ്ങി. ഞങ്ങളുടെ വീട് ഒറ്റപ്പാലത്ത് തന്നെയാ. നമ്മൾ ഇത്രയും പരിചയപ്പെട്ട സ്ഥിതിക്ക് മിത്രക്കും ചിത്രക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വീട്ടിൽ വന്നിട്ട് ചായ കുടിച്ചിട്ട് പിരിയാം. ശ്യാമ അത്രയും പറഞ്ഞ് മനസ്സിൽ പ്രാർത്ഥിച്ചു. അവരൊരിക്കലും അതിന് സമ്മതിക്കല്ലേ ഭഗവാനെ എന്ന്. അതിനെന്തേച്ചി, വരാലോ. മിത്രയുടെയും അഞ്ജലിയുടെയും സ്വരം കാതിൽ പതിഞ്ഞപ്പോൾ ശ്യാമ കണ്ണുകൾ മുറുക്കി അടച്ചു. ഈശ്വര, ഇയാൾ കാരണം ഞാൻ വലിയൊരു പാപം ചെയ്യാൻ പോവുകയാണല്ലോ. നീ തന്നെ അവരെ കാത്തുകൊള്ളണേ ഭഗവാനെ എന്ന ആത്മഗതം പറഞ്ഞു. JPയുടെ ചുണ്ടിൽ ക്രൂരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. വാ, അകത്തേക്ക് കയറി. ശ്യാമ മിത്രയെ അഞ്ജലി അകത്തേക്ക് ക്ഷണിച്ചു. ശ്യാമ, നീ ഒരു കുടിക്കാനെടുക്കുക. JP ശ്യാമയെ നോക്കി പറഞ്ഞപ്പോൾ ശ്യാമ അവരെ തനിച്ച് അവിടെയാക്കി പോവാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് മടിയോടെ അടുക്കളയിലേക്ക് പോയി. ആ സമയത്താണ് മിത്ര ജയപാലിനെ ശ്രദ്ധിക്കുന്നത്. അവളുടെ ഓർമ്മകളിൽ ജയപാലിനെ ആദ്യമായി കണ്ട രംഗം തെളിഞ്ഞു. മഹേശ്വറിന്റെയും ചന്ദ്രികയുടെയും കണ്ണുവെട്ടിച്ച് സ്ലീപ്പിംഗ് പിൽസ് വാങ്ങി മാളിലെ ഫാർമസിയിൽ നിന്നും ധൃതിയിൽ ഇറങ്ങിയപ്പോൾ ജയപാലുമായി കൂട്ടിമുട്ടിയതും സോറി പറഞ്ഞുമെല്ലാം മുന്നിൽ തെളിഞ്ഞു. അതേസമയം മുൻവശത്തെ ഡോറും അടുക്കളയിലെ ഡോറും മിത്രയും അഞ്ജലിയും കാണാതെ അവൻ ലോക്ക് ചെയ്ത് അവരുടെ അടുത്തേക്ക് പോയി. മിത്ര ഇപ്പോഴും ചിന്തകളിൽ മുഴുകിയിരിക്കുകയാണ്. കയ്യിൽ കിട്ടിയ മാസിക വായിക്കുന്ന തിരക്കിലായിരുന്നു അഞ്ജലി. ജയപാലിന്റെ കണ്ണുകൾ മിത്രയിൽ മാത്രമായി. അവളേതോ ചിന്തയിലാണ്. അവന്റെ നോട്ടം അവളുടെ ശരീരത്തിലായി. കൊതിയോടെ അവനത് നോക്കി നിന്നു. ശേഷം അവളിരിക്കുന്ന സോഫയുടെ പുറകിൽ പോയി അവളുടെ തോളിൽ തൊട്ട് കൈ താഴോട്ടേക്ക് ചലിച്ചപ്പോൾ മിത്ര ഓർമ്മകളിൽ നിന്ന് ഞെട്ടി ഉണർന്നു. തന്റെ തോളിരിക്കുന്ന കൈ തട്ടി മാറ്റി ജയപാലന്റെ മുഖത്ത് ആഞ്ഞു തള്ളി. അപ്പോഴാണ് അഞ്ജലി ആ കാഴ്ച കാണുന്നത്. ഡീ, എന്നെ തല്ലാൻ മാത്രം നീ വളർന്നോടി എന്ന് പറഞ്ഞുകൊണ്ട് ജയപാൽ മിത്രയുടെ മുടിയിൽ കുത്തിപ്പിടിക്കാൻ പോയതും ശക്തമായി ഇടിയിട്ടിയതുപോലെ ജയപാൽ കാറ്റുപോലെ പാറി വന്ന് ചുമരിലേക്ക് വീണു. ചുറ്റും സംഭവിക്കുന്ന എന്താ എന്നറിയാതെ മിത്രയും അഞ്ജലിയും അമ്പരന്നു. വീണ്ടും എഴുന്നേൽക്കാൻ പോയ ജയപാൽ വട്ടത്തിൽ കറങ്ങുകയാണ്. ചായയുമായി ഹാളിൽ വരാൻ പോയ ശ്യാമ അടുക്കളയിലെ ഡോറിൽ ലോക്കാണെന്നറിഞ്ഞപ്പോൾ ആധിയോടെ നെഞ്ചത്ത് കൈവച്ച്. എന്റെ ഭഗവതി, ഒരു പെണ്ണായി പിറന്നിട്ടും മറ്റൊരു പെണ്ണിനൊരുത്തിന് പിച്ച് ചീന്താൻ ഇട്ടുകൊടുത്തൊരു പാപിയായല്ലോ ഞാൻ. നീ തന്നെ അവരെ കാക്കണേ. തൊട്ടടുത്തുണ്ടായിട്ടും എനിക്ക് അവർ രക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ. അതും പറഞ്ഞ് ശ്യാമ ആർത്ത് കരഞ്ഞു. അപ്പോഴാണ് അവരുടെ കണ്ണിൽ അടുക്കളയിലെ പിറകുവശത്തെ ഡോറ് മുന്നിൽ കണ്ടത്.
അവൾ പ്രതീക്ഷയോടെ തുറന്ന് പുറത്തേക്ക് ഓടി മുൻവശത്തെ ഡോറ് തുറക്കാൻ ശ്രമിച്ചു. അതും ലോക്കാണെന്ന് മനസ്സിലായതും അവൾ ജനാലക്കരികിലേക്ക് ഓടി. മുഖം അടുപ്പിച്ചു വെച്ച് അതിലൂടെ നോക്കിയപ്പോൾ കണ്ടത് ചോര തുപ്പുന്ന ജയപാലിനെയാണ്. ആ കാഴ്ച കണ്ട് ശ്യാമയും മിത്രയും അഞ്ജലിയും ഒരുപോലെ കണ്ണുകൾ മുറുക്കി അടച്ചു. ജയപാൽ ബോധരഹിതനായി നിലംപതിച്ചു. ആരാണ് ഇതൊക്കെ ചെയ്തതെന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മിത്ര കണ്ണുകൾ വലിച്ചു തുറന്നു. മുന്നിൽ കാണുന്ന പ്രതിരൂപത്തെ കണ്ടപ്പോൾ അവളുടെ ചുണ്ടുകൾ മെല്ലെ മന്ത്രിച്ചു. അഞ്ജലിയുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. മിത്രയുടെ അതേ രൂപമുള്ള പെണ്ണ്, ശരിക്കും മിത്രയുടെ അപര തന്നെ. അഞ്ജലി മനസ്സിൽ മന്ത്രിച്ചു. പിന്നീട് എന്തോ ഓർത്ത പോലെ ബാഗുകളെടുത്ത് അഞ്ജലി മിത്രയുടെ കൈ പിടിച്ച് വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി. ശ്യാമ അകത്തേക്ക് കയറി. സർ, ജെപ് സർ, കണ്ണൂർക്ക് സർ. വീട്ടിലെത്തിയ മിത്ര അലമാര തുറന്ന് ഡ്രസ്സുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച ഫോട്ടോ കയ്യിലെടുത്ത് ചുംബിച്ച് നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞു. അവൾ ഓർമ്മകളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. മഹേഷനും ഭാര്യ ചന്ദ്രികയും തേടി 10 വർഷങ്ങൾക്ക് ശേഷമാണ് ആ സന്തോഷ വാർത്ത എത്തുന്നത്. ചന്ദ്രിക ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ മഹേശ്വരൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഏടത്തി നമുക്കൊരു കുഞ്ഞുണ്ടാവാൻ പോകുന്നതെന്നറിഞ്ഞപ്പോൾ വിഘ്നേശ്വരൻ ഒരുപാട് സന്തോഷിച്ചു. അവരുടെ അമ്മയും അച്ഛനും സന്തോഷിച്ചു. അന്ന് വിഘ്നേശ്വരന് പ്രായം 28, കല്യാണം കഴിഞ്ഞിരുന്നില്ല. പക്ഷേ വിമലയുമായുള്ള കല്യാണം ഉറപ്പിച്ചിരുന്നു. ഒരു കുഞ്ഞിനെ വരവേൽക്കാൻ ആ കുടുംബം എല്ലാത്തിലും തയ്യാറായി. അപ്പോഴാണ് സ്കാനിങ്ങിൽ നിന്നും ചന്ദ്രികയുടെ വയറ്റിൽ വളർന്ന് ശരീരങ്ങൾ തമ്മിൽ ഒട്ടിച്ചേർന്നുള്ള സയാമീസ് ഇരട്ടകളാണെന്ന് അവരറിയുന്നു. ഒരു കുഞ്ഞിനെ നിലനിർത്തി മറ്റേ കുഞ്ഞിനെ പ്രസവിക്കാൻ ബുദ്ധിമുട്ടാണെന്നും ഡോക്ടർ പറഞ്ഞു. മക്കളില്ലാത്തവർക്ക് ദൈവം തന്ന നിധികളെ വിട്ടുകളയാൻ അവർ തയ്യാറായില്ല. അങ്ങനെ സയാമീസ് ഇരട്ടകൾക്ക് ചന്ദ്രിക ജന്മം നൽകി. മിത്രയെന്നും ചിത്രയെന്നും അവർ കുഞ്ഞുങ്ങൾക്ക് പേരിട്ടു. വിഘ്നേശ്വരനെയും വിമലയുടെയും വിവാഹം നടന്നു. അന്നു മുതൽ മിത്രയുടെയും ചിത്രയുടെയും അച്ഛനും അമ്മയായി അവർ മാറി. ആ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി നന്നായി മെച്ചപ്പെട്ടു. ഈശ്വർ ഗ്രൂപ്പ് വളർന്ന് നഗരത്തിൽ അറിയപ്പെടുന്ന ബിസിനസ് സ്ഥാപനമായി വളർന്നു. മിത്രയും ചിത്രയും അവരുടെ ഭാഗ്യമാണെന്ന് അവർ വിശ്വസിച്ചു. നീണ്ട 16 വർഷങ്ങൾ അവർ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് വില്ലനായി ഒരു ആക്സിഡന്റ് അവരെ തേടിയെത്തുന്നത്. കുടുംബത്തിലെ ഒരു കല്യാണം കൂടി ഇന്നോവ കാറിൽ തിരിച്ചു വരികയായിരുന്നു മഹേശ്വരനും ഭാര്യ ചന്ദ്രികയും. മക്കൾ മിത്രയും ചിത്രയും വിഘ്നേശ്വരനും ഭാര്യ വിമലയും. നിയന്ത്രണം വിട്ടെതിരെ വന്ന ലോറി ആ കാറിനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. വിഘ്നേശ്വരൻ ചെറിയ പരിക്കുകളോടെയും ബാക്കി 4 പേരും ICUവിലുമായിരുന്നു. ചിത്ര ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടിരുന്നു. ഹാർട്ടുള്ളത് മിത്രയുടെ ശരീരത്തിൽ തന്നെ ആയതുകൊണ്ട് അവരെ മുറിച്ചു മാറ്റുന്നതിന് വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വിറക്കുന്ന കൈകളാലെ വിഘ്നേശ്വർ അവരെ വേർപിരിയുന്നതിന്റെ സമ്മതപത്രത്തിൽ ഒപ്പിട്ടു കൊടുത്തു. അതുവരെ ഒരുമിച്ച് ചിരിച്ചും കളിച്ചും മത്സര ഇനങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടിയവർ എന്നേക്കുമായി വേർപിരിഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എല്ലാവരുടെയും ആരോഗ്യം മെച്ചപ്പെട്ടു തുടങ്ങി. ചിത്രയുടെ വേർപാട് ആ കുടുംബത്തിനെ തളർത്തി. മിത്രക്ക് അത് ഒട്ടും ഉൾക്കൊള്ളാനായില്ല. അവൾ ഇരുട്ടുമുറിയിൽ തനിച്ചിരുന്ന് ആരോടും സംസാരിക്കാതെയായി. മഹേശ്വരനും ചന്ദ്രയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി. അവർ നിർബന്ധിച്ചുകൊണ്ട് മാത്രം അവൾ വീണ്ടും പഠിത്തം തുടർന്നു. അവൾക്ക് എല്ലാവരോടും കൂട്ടുകൂടാൻ മടി തോന്നി. +2 എങ്ങനെയൊക്കെയോ പൂർത്തിയാക്കി. ചിത്രയുടെ ഓർമ്മകളിൽ അവൾ നീറി. ഇനിയും മുന്നോട്ട് ജീവിക്കാൻ തന്നെ കൊണ്ടാവില്ലെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. ഈ ഓർമ്മകളിൽ നിന്ന് ഓടി ഒളിക്കാൻ ഏറ്റവും നല്ലത് മരണമാണെന്ന് അവൾ കരുതി. മിത്രയുടെ മൂകത മാറ്റിയെടുക്കാൻ വേണ്ടി അവളെയും കൂട്ടി മാളിൽ വന്നതായിരുന്നു മഹേശ്വരനും ചന്ദ്രികയും. അവരുടെ കണ്ണുവെട്ടിച്ച് ഫാർമസിയിൽ കയറി സ്ലീപ്പിംഗ് ടാബ്ലറ്റ് വാങ്ങി. ചിത്രയുടെ മരണം ഉൾക്കൊള്ളാനാവാത്ത 10ാം ക്ലാസ്സുകാരിക്ക് ഉറങ്ങാൻ ഡോക്ടർ കൊടുത്ത സ്ലീപ്പിംഗ് പിൽസിന്റെ പ്രിസ്ക്രിപ്ഷൻ തപ്പിപ്പിടിച്ചെടുത്താണ് അവളത് വാങ്ങിയത്. അന്നാണ് ജയപാലുമായി കൂട്ടിമുട്ടിയത്. അച്ഛനും അമ്മയും കാണാതെ കള്ളത്തരം കാണിച്ച് ഓടി വന്നപ്പോൾ സംഭവിച്ചൊരു അബദ്ധം. വീട്ടിലെത്തിയ മിത്ര സ്ലീപ്പിംഗ് പിൽസ് ഒന്നാകെ എടുത്തൊരു കയ്യിൽ പിടിച്ച് മറുകൈയിൽ ഗ്ലാസും വെള്ളവും പിടിച്ചു. പെട്ടെന്ന് ആരോ തട്ടിത്തെറിപ്പിച്ച പോലെ നിലംപതിച്ചു. ഗ്ലാസ് പൊട്ടുന്ന ശബ്ദം കേട്ട് ചന്ദ്രിക ഓടി വന്നു. മോളെ, നീ ഞങ്ങളെക്കുറിച്ച് ഓർത്തില്ലല്ലോ. നിലത്ത് പരന്നിടക്കുന്ന ഗുളികൾ കണ്ട് കാര്യം മനസ്സിലായ പോലെ വിതുമ്പിക്കൊണ്ട് ചന്ദ്രിക പറഞ്ഞു. ചന്ദ്രിക മിത്രയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. മിത്തുമോളെ, നീ ഇങ്ങനെ അബദ്ധത്തിനെ ആവർത്തിക്കല്ലേ. ഡാഡിക്കും മമ്മിക്കും ഇനിയൊരു മകളുടെ വേർപാടുകൂടി താങ്ങാനുള്ള ശേഷിയില്ല മോളെ. മിത്രക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നി. അപ്പൊ അന്നെന്റെ കയ്യിലെ ഗ്ലാസ് തട്ടിയിരുന്ന് അത് ചിത്രയായിരുന്നു. ഓർമ്മകളിൽ നിന്ന് ഉണർന്നുകൊണ്ട് അവൾ ആത്മകഥം പറഞ്ഞു. കണ്ണുകൾ വലിച്ചു തുറന്ന് കയ്യിലെ ഫോട്ടോയിൽ നോക്കി. ശരീരങ്ങൾ തമ്മിൽ ഒട്ടിച്ചേർന്ന് പുഞ്ചിരിയോടെ നിൽക്കുന്ന സയാമീസ് ഇരട്ടകൾ മിത്രയും ചിത്രയും. ചിത്രയുടെ ഫോട്ടോയിൽ അവൾ തലോടിക്കൊണ്ട് ചുംബിച്ച് തല ഉയർത്തി നോക്കുമ്പോൾ മുന്നിൽ തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന ചിത്രയെ അവൾ കണ്ടു. ആദ്യത്തെ പകപ്പ് മാറിയപ്പോൾ മിത്ര ഓടിച്ചെന്ന് ചിത്രയെ കെട്ടിപ്പിടിക്കാൻ പോയി. പക്ഷെ അവളുടെ രോമത്തിൽ പോലും സ്പർശിക്കാൻ മിത്രക്കായില്ല. മിത്ര, ഞാൻ നിന്റെ പഴയ ചിത്രയിൽ നിന്ന് ഒരുപാട് അകലെയാണ്. ഞാൻ ജീവനോടെ ഇല്ലെന്നുള്ള സത്യം ഇനിയെങ്കിലും നീ ഉൾക്കൊള്ളണം ചിത്ര. എന്റെ മിഴിയോര് നീ ഉണ്ടായിട്ടും നിന്നെ ഒന്ന് തൊടാൻ പോലും എനിക്കാവുന്നില്ലല്ലോ. കരഞ്ഞുകൊണ്ട് മിത്ര ചിത്രയെ നോക്കി പറഞ്ഞു. മിത്ര, ഇങ്ങനെ കരയില്ലേ നീ. എനിക്കത് സഹിക്കാനാവില്ല. ഞാൻ ഇന്നൊരു ആത്മാവ് മാത്രമാണ്. എനിക്കിവിടെ ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ എനിക്കിവിടുന്ന് മടങ്ങിപ്പോവേണ്ടി വരും. ചിത്ര. അതേ മിത്ര,
നീ സന്തോഷമായിരിക്കും. നീ എന്നെക്കുറിച്ച് ചിന്തിക്കുന്ന നിമിഷം ഞാൻ നിന്റെ മുമ്പിലുണ്ടാവും. എന്നും നിന്റെ നിഴലായി ഞാൻ കൂടെ ഉണ്ടാവും. ഞാൻ നിന്നോടൊരു കാര്യം ആവശ്യപ്പെടട്ടെ മിത്ര? എനിക്ക് നിന്റെ പാട്ട് കേൾക്കാൻ വല്ലാത്ത കൊതി തോന്നുന്നു മിത്ര. ഒരു നിമിഷം പോലും ചിന്തിക്കാതെ കുറെ വർഷങ്ങൾക്ക് ശേഷം അവൾ പാടി തുടങ്ങി. എന്നാലും എൻ്റെ അഞ്ചു, നീ ഇത്രയ്ക്ക് പേടിത്തൊണ്ടി ആയിപ്പോയല്ലോടി. എനിക്ക് പേടിയൊന്നുമില്ല. ആ അതാണല്ലോ ഇങ്ങനെ പേടിപ്പനൊന്നും ഇങ്ങനെ വിറച്ചെടുക്കുന്നത്. എന്നെ കളിയാക്കല്ലേ മിത്ര? ഇന്നലെ അയാൾ അങ്ങനെ ഇടികൊണ്ട് പറക്കുന്നു, ചോര തുപ്പുന്നു. ശേഷം നിന്നെ പോലെ തന്നെയുള്ള ഒരാളെ മുന്നിൽ കണ്ടതൊക്കെ കൂടി ഓർത്തപ്പോൾ എൻ്റെ എല്ലാ ധൈര്യവും ചോർന്നു പോയി മോളെ. ഇപ്പൊ പേടിയൊക്കെ മാറിയില്ലേ? ഈ സത്യങ്ങൾക്ക് മിത്ര നിനക്ക് ഇന്നലെ തന്നെ വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ? എന്നാലും ആത്മാവെന്നൊക്കെ പറയുമ്പോൾ ഉള്ളിലിപ്പോഴും ചെറിയൊരു ധൈര്യക്കുറവുണ്ട്. എന്നാലും പേടിയാണെന്ന് സമ്മതിക്കില്ല അല്ലേ? മിത്ര ചിരിച്ചുകൊണ്ട് അഞ്ജലിയെ നോക്കി പറഞ്ഞു. അഞ്ജലി മിത്രയെ നോക്കി ഇളിച്ചു കാട്ടി. അഞ്ജു, നീ പേടിക്കണ്ടടി, നിന്നെ അവളൊന്നും ചെയ്യില്ല. നിന്നെയാണെന്നോ അവൾക്ക് പ്രത്യേക സ്നേഹമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെന്താ നീ അങ്ങനെ പറയാം മിത്ര? എന്നേക്കാൾ മുന്നേ നിന്റെ മുന്നിലാണല്ലോ അവൾ പ്രത്യക്ഷപ്പെട്ട്. അഞ്ജലി ആ ദിവസം ഓർത്തെടുത്തു. അത് ഓർക്കുമ്പോൾ എപ്പോഴുമുള്ള ഭയത്തിന് പകരം അവളുടെ മുഖത്തെ സന്തോഷവും ചുണ്ടിൽ പുഞ്ചിരിയും വിരിഞ്ഞു. ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്ന വേദനയോടെ ജയപാൽ കണ്ണുകൾ വലിച്ചു തുറന്നു. ചുറ്റും കണ്ണുകൾ ഓടിച്ചു. ആശുപത്രിയിലാണ് താനെന്ന് തിരിച്ചറിവ് കിട്ടിയപ്പോൾ തിരിഞ്ഞു നോക്കി. തനിക്കരികിൽ തനിക്ക് വേണ്ടി കാവലിൽ നിന്ന് തളം തുടങ്ങിപ്പോയ ശ്യാമയെ കണ്ടപ്പോൾ കുറ്റബോധം കൊണ്ട് അവൻ നേറി. ഇന്നലെ സംഭവിച്ച് ഓർത്തെടുക്കാൻ പറ്റാത്ത പോലെ എല്ലാം അവ്യക്തമാണ്. സർ, വേദന കുറവുണ്ടോ? ആദിയോടെ ചോദിക്കുന്ന ശ്യാമയുടെ കണ്ണിലേക്ക് ജയപാൽ ഉറ്റുനോക്കി. വേദനയുണ്ടെങ്കിലും അവളുടെ സ്നേഹത്തോടെയുള്ള ആ ചോദ്യത്തിൽ അവനില്ലെന്ന് തലയാട്ടി. ശ്യാമ ജയപാലിനെ നന്നായി പരിചരിച്ചു. അതുകൊണ്ട് തന്നെ ജയപാൽ പെട്ടെന്ന് സുഖം പ്രാപിച്ച് വീട്ടിലെത്തി. ശ്യാമ, ഞാൻ നിന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. എന്നിട്ട് എനിക്കൊരു അപകടം പറ്റിയപ്പോൾ നീ എന്നെ ആശുപത്രിയിൽ എത്തിച്ചു. എനിക്ക് വേണ്ടി ഉറങ്ങാതെ കാവലിരുന്നു. എന്നെ നന്നായി പരിചരിച്ചു. നിനക്കതിന് പകരമായിട്ട് എന്ത് വേണം ശ്യാമ? നീ എത്ര പണം ചോദിച്ചാലും അതെത്രയാണെങ്കിലും ഞാൻ തരും. മിസ്റ്റർ ജയപാൽ, പണം ആഗ്രഹിച്ചല്ല ചോരയിൽ കുളിച്ചിറക്കാൻ നിങ്ങളെ ഞാൻ ആശുപത്രിയിൽ എത്തിച്ച്. അത് മാനുഷിക പരിഗണനയാണ്. അതിനു മുന്നിൽ JP ഗ്രൂപ്പിന് മുഴുവൻ സമ്പാദ്യം വെച്ചാലും അതിന് പകരാവില്ല. മനുഷ്യത്വമില്ലാത്ത താങ്കൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ശ്യാമ, അതെ, എനിക്ക് മനുഷ്യത്വമില്ല, ഒരു മാനുഷിക പരിഗണന എനിക്കറിയില്ല. നീ തന്നെ എന്നോടത് പറയണം. എൻ്റെ വണ്ടിയുടെ മുമ്പിൽ ചാടി നിന്നെ ഞാൻ അന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെയൊക്കെ പറയാൻ നീ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. നിങ്ങളെന്നെ രക്ഷിച്ച് നിങ്ങളുടെ കാമം തീർക്കാൻ മാത്രമായിരുന്നില്ലേ? വീട്ടിത്തം പറയാതെ പെണ്ണെ, ഈ JPക്ക് പണം കൊടുത്താ നീ പറഞ്ഞ കാര്യത്തിന് ഒരുപാട് പെൺകുട്ടികളെ കിട്ടും. അല്ല, കിട്ടിയിട്ടുണ്ട്. അതിനുവേണ്ടി ഒരാളുടെ ജീവൻ രക്ഷിച്ച് എൻ്റെ ഓഫീസിൽ ജോലി കൊടുക്കണമെന്നില്ല. നിങ്ങൾ നീചനാണ്. നിങ്ങൾക്ക് പണത്തിന്റെ അഹങ്കാരം. പണം കൊടുത്താലെല്ലാം കിട്ടുന്നുള്ള അഹങ്കാരം നിങ്ങളെ നീചനാക്കിയത്. നീചനാവാൻ മാത്രം ഞാൻ ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ ശ്യാമ. ആര് പറഞ്ഞു കൊന്നിട്ടില്ലെന്ന്? ജയപാലിന്റെ കണ്ണുകൾ കുറുകി. ഈ ശ്യാമയെ നിങ്ങൾ കൊന്നു. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഓരോന്ന് ചെയ്യാൻ പറഞ്ഞ് നിങ്ങൾ എന്നെ കൊന്നു. പണത്തിന് വേണ്ടി മാനം വിൽക്കുന്ന പെൺകുട്ടികളിൽ നിങ്ങൾ എന്നെ ഉൾപ്പെടുത്തി. നിങ്ങൾ എന്നെ സ്വന്താക്കിയോ? അന്ന് ഈ ശ്യാമ മരിച്ചു. അല്ല, നിങ്ങൾ കൊന്നു. വിരുമ്പിക്കൊണ്ട് ഓരോന്ന് പറയുന്നവരുടെ മുമ്പിലായി ജയപാൽ കയറി നിന്നു. ഇട്ടിരിക്കുന്ന ചുരിദാറിന്റെ ഉള്ളിലായി കിടക്കുന്ന താലി പുറത്തേക്കിട്ട് ജയപാൽ അവൾ ഉറ്റുനോക്കി. അതെ, ഈ താലി നിങ്ങൾ കിട്ടി തന്നെയാ. എന്റെ ശരീരത്തിൽ നിങ്ങൾക്ക് തൊടണമെങ്കിൽ എന്നെ താലിയിട്ടെന്ന് ഞാൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രം. അതുകൊണ്ട് മാത്രം നിങ്ങൾ അണിയിച്ച്. ഇത് നിങ്ങൾക്കൊരു ചരട് മാത്രമാണ്. നിങ്ങളുടെ ലസ്റ്റ് തീർക്കാനുള്ള ഒരു ചരട്. നിങ്ങൾക്ക് ഈ താലിയുടെ മാത്രറിയായിരുന്നെങ്കിൽ വേറൊരു പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കാനും അവിടെ കൂടെ കിടക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരാനും വേണ്ടി സ്വന്തം ഭാര്യ കൂട്ടുവിളിക്കില്ലായിരുന്നല്ലോ. ശ്യാമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിങ്ങൾക്ക് മനുഷ്യരുടെ ഫീലിങ്സ് അറിയില്ല. പണം, അത് മാത്രമാണ് നിങ്ങൾക്ക് പ്രധാനം. അതെ, പണം തന്നെ എനിക്ക് വലുത്. കുഞ്ഞുനാൾ മുതൽ ഒറ്റപ്പെട്ട എന്നെ മനസ്സ് സന്തോഷിച്ചത് പണം കൈ കിട്ടിയപ്പോഴാ. ജോലി തിരക്കും പറഞ്ഞ് വീട്ടിലെ സർവ്വനിന്റെ കയ്യിൽ എന്നെ ഏൽപ്പിച്ചു വന്ന ഡാഡിയും മമ്മിയും നേരം വൈകി വരുന്ന ഇവർ കാണുന്നത് ഉറങ്ങുന്ന എൻ്റെ മുഖം മാത്രമാ. എൻ്റെ ബാല്യം കൗമാരം എല്ലാം അങ്ങനെ തന്നെ കടന്നുപോയി. പിന്നെ അവരോട് എനിക്ക് ദേഷ്യമായി. അത് പിന്നെ അവരുടെ മുമ്പിൽ അവരെക്കാൾ കൂടുതൽ പണം സമ്പാദിക്കണമെന്ന വാശിയായി. ഒരുപാട് പണം കയ്യിൽ വന്നപ്പോൾ എല്ലാം കിട്ടിയ സന്തോഷമായിരുന്നു എനിക്ക്. ആഗ്രഹിച്ചതെല്ലാം ഞാൻ നേടിയെടുത്തു. പക്ഷേ സ്നേഹം, അതുമാത്രം എനിക്ക് കിട്ടിയില്ല. എന്നാ ഈ ഒരാഴ്ച സ്നേഹം എന്ന വികാരം ഞാൻ നിന്നിൽ നിന്ന് അറിഞ്ഞു ശ്യാമ. പണം കൊണ്ട് എല്ലാം വാങ്ങുന്ന എനിക്ക് അറിയില്ല ശ്യാമ, അത് തിരിച്ചു നൽകേണ്ടത് എങ്ങനെയാണെന്ന്. അതീയൊന്നും എനിക്ക് പറഞ്ഞതാ. ആദ്യമായി കാണുന്ന ജയപാലിന്റെ കലങ്ങിയ കണ്ണുകളിൽ സഹതാപത്തോടെ ശ്യാമ നോക്കി നിന്നു. എൻ്റെ ആദ്യ ഭർത്താവിൽ നിന്നൊരു സ്നേഹവും പരിഗണനയോ സ്നേഹത്തോടെയുള്ള ഒരു നോട്ടം പോലും എനിക്ക് ലഭിച്ചിട്ടില്ല. ആദ്യമായിട്ട് സ്നേഹത്തോടെ എന്നെ ചേർത്ത് നിർത്തി തലോടിയത് നിങ്ങളാ. അതുകൊണ്ട് മാത്രം നിങ്ങളെ വിട്ടുപോകാൻ എനിക്ക് തോന്നാതിരുന്നു. ജയപാൽ ശ്യാമയെ കെട്ടിപ്പിടിച്ച് നെറുകയിൽ മുത്തി. പണം നീചനാക്കിയ ജയപാൽ എന്ന മനുഷ്യൻ ശ്യാമയുടെ ആത്മാർത്ഥ സ്നേഹത്തിന് മുന്നിൽ അന്നു മുതൽ നല്ലൊരു മനുഷ്യനായി മാറുകയായിരുന്നു. സംഗീതം നീലിമേലിൽ നടന്നു വീണ പൊൻതാരകമാണ്. മണ്ണോടൊട്ടി നിൽക്കുന്ന പുൽത്തകിൽ തത്തി കളിക്കുന്ന ഹിമബിന്ദുക്കളുടെ നനുത്താർന്ന കണക്കി നിങ്ങളുടെ മനസ്സുകളുടെ അകത്തളങ്ങളിലേക്ക് സംഗീതത്തിന് മധുമാരി പൊഴിക്കുന്ന ഒരു അടിപൊളി ഗാനവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു സുജിത് സുബ്രഹ്മണ്യൻ.
കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും കോളേജ് ആനിവേഴ്സറിയുടെ ഭാഗമായി നടക്കുന്ന പരിപാടി ഹാളിൽ സ്റ്റേജിലേക്ക് ഉറ്റുനോക്കി നിൽക്കുകയാണ്. മിത്രയും അഞ്ജലിയും സുജിത്തിന്റെ ഗാനത്തിനായി കാതോർത്തു. മിത്ര ആശ്ചര്യത്തോടെ അവൻ ഉറ്റുനോക്കി. സുജിത്തിന്റെ മധുരമാർന്ന ശബ്ദത്തിൽ മിത്ര സ്വയം മറന്ന് ലയിച്ചു നിന്നു. കൈയടി ശബ്ദം കേട്ടുകൊണ്ടാണ് മിത്ര അതിൽ നിന്നുണർന്ന്. ദിവസങ്ങൾക്ക് ശേഷം കോളേജ് ലൈബ്രറിയിലെ പുസ്തകത്താളുകൾ വെറുതെ മറിച്ചു നോക്കിയാണ് മിത്ര. ഓർമ്മയിൽ ചിത്രയുടെ പുഞ്ചിരി തൂവുന്ന മുഖം തെളിഞ്ഞു വന്നു. ചിത്രയെ കാണാൻ അവൾക്ക് തോന്നി. ഈ കൂടിക്കാഴ്ച പതിവാണ്. ചിത്രയോട് എന്തെങ്കിലും സംസാരിച്ചിരിക്കാൻ മിത്രയ്ക്ക് ഇഷ്ടമാണ്. അവൾ ജീവനോടുള്ളതുപോലെ അവൾക്ക് തോന്നും. അപ്പോഴേക്കും ചിത്ര മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്താണ് മിത്ര, മുഖത്തൊരു സന്തോഷം? പ്രണയത്തിന്റെ മായാവലത്തിൽ കുടുങ്ങിപ്പോയ മോളെ. ചിത്രയുടെ ചോദ്യം കേട്ട് നാണിച്ചിരിക്കുകയാണ് മിത്ര. മിത്ര പുസ്തകം മടക്കി വെച്ചു. അവർ കോളേജിന്റെ വരാന്തയിലൂടെ നടന്നു നീങ്ങി. മിത്ര, ഒരാളോട് ഇഷ്ടം തോന്നിയാ അത് മനസ്സിൽ വെക്കാതെ അയാളോട് പോയി പറയണം. ഞാനോ? എന്നാ ഞാൻ പോയി പറയാം. ചിത്ര, എനിക്കെന്തൊരു പേടിയും ചമ്മലൊക്കെ തോന്നുക. അവനെന്നെ ഇഷ്ടാവൂ? എന്റെ മിത്രക്കുട്ടി നിഷ്കളങ്കമായ സുന്ദരിയല്ലേ നീ? പേടിക്കാതെ ഇപ്പൊ തന്നെ പോയി അവനോട് പറ. ഇപ്പോഴോ? എന്നാ പിന്നെ 2 കൊല്ലം കഴിഞ്ഞു പറഞ്ഞാൽ മതി. ഈ പെണ്ണിന്റെ ഒരു കാര്യം. പേടിയോടെ മിത്ര അവനരികിലേക്ക് നടന്നു. ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ട് അവനും കൂട്ടുകാരും കൂടി സംസാരിക്കാൻ തിരക്കിലായിരുന്നു. ജിത്തുവേട്ടാ. മിത്രയുടെ വിളിയായിട്ട് സുജിത്തും കൂട്ടുകാരും ഒരുപോലെ മിത്രയും നോക്കി. എനിക്ക് ചിത്തുവേട്ടനൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇത് കേട്ട റിയാസ് ഉൾപ്പെടെയുള്ള സുജിത്തിന്റെ കൂട്ടുകാർ അവർ സംസാരിച്ചോട്ടെന്ന് എഴുതി മാറി നിന്നു. വിറയലോടെ നിൽക്കുന്ന മിത്രയെ കൗതുകത്തോടെ സുജിത്ത് നോക്കി നിന്നു. മിത്ര ചിത്രയെ ഒന്ന് പാളി നോക്കി. ക്യാരിയോണെന്ന് പറഞ്ഞ് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. മിത്രയുടെ നിൽപ്പും ഭാവം കണ്ടപ്പോൾ സുജിത്തിന്റെ മനസ്സിൽ തോന്നിയ അതേ ഇഷ്ടം മിത്രയ്ക്കും സുജിത്തിനോടുണ്ടെന്ന് അവൻ ഊഹിച്ചു. അവളായിട്ടൊന്നും പറയില്ലെന്ന് അവിടെ നിൽപ്പ് കണ്ട് സുജിത്തിന് തോന്നിയപ്പോൾ അവൻ സംസാരിച്ചു തുടങ്ങി. മിത്ര, എനിക്ക് തന്നോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. പക്ഷേ ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ, അതുകൊണ്ട് താൻ തന്നെ ആദ്യം പറ. മിത്ര ചിത്രയെ നോക്കി. ചിത്രയിൽ നിറഞ്ഞ പുഞ്ചിരിയാണ്. താനാരെയോടോ ഈ നോക്കുന്നത്? ഏയ് ആരെയില്ല, എനിക്ക് ചിത്തുവേട്ടനെ ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ പോലും അറിയാതെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാ. എപ്പോഴും പുഞ്ചിരി തൂവി നിൽക്കുന്ന ഈ മുഖം എന്നിൽ പതിഞ്ഞുപോയി. എന്നെ ഇഷ്ടമായില്ലെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഞാൻ പുറകെടുന്നൊരിക്കലും ശല്യം ചെയ്യില്ല. മുന്നിൽ പോലും വരാതെ മാറി നടന്നോളാം. അത് പറയുമ്പോൾ നിറഞ്ഞ അവളുടെ മിഴികളിലായിരുന്നു സുജിത്തിന്റെ നോട്ടം. മിത്രയുടെ നോട്ടം അവനിൽ പതിഞ്ഞപ്പോൾ അവൻ പറയാൻ തുടങ്ങി. നിന്നെക്കാൾ മുന്നേ നിന്നെ പ്രണയിച്ചവനാണ് ഞാൻ. എൻ്റെ ഇഷ്ടം നീ ഉൾക്കൊള്ളില്ലെന്നും ദേഷ്യത്തോടെയും വെറുപ്പോടെയും നീ എന്നെ നോക്കുമെന്നും ഞാൻ ഭയപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ പ്രണയം നിന്നോട് ഇതുവരെ പറയാതിരുന്നത്. സുജിത്തിന്റെ വാക്കുകൾ കേട്ട് മിത്രയൊന്ന് ഞെട്ടി. അവളുടെ കണ്ണുകൾ കുറുകി. ആന്ത് ചിത്തിട്ട് അങ്ങനെയൊക്കെ ചിന്തിച്ച്? ആനക്കാനയുടെ വലിപ്പറിയില്ലെന്ന് പറയുന്ന പോലെയാണല്ലോ താൻ. ഈശ്വർ ഗ്രൂപ്പിന്റെ ഒരേ ഒരു അവകാശി. സമ്പത്തിൽ തന്നെക്കാൾ ഏറെ താഴെയാണ് എൻ്റെ കുടുംബം. പിന്നെ സൗന്ദര്യത്തിലും നിറത്തിലൊക്കെ നിന്നെക്കാൾ ഏറെ ദൂരെയാണല്ലോ ഞാൻ. എൻ്റെ പ്രണയം താൻ നിരസിക്കാൻ ഈ കാരണങ്ങൾ തന്നെ മതിയല്ലോ. ജിത്തുവേട്ടാ, ഇതൊക്കെ എപ്പോ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്ന കാര്യങ്ങളാണ്. ഒരു മനുഷ്യന് ആദ്യം വേണ്ട നല്ലൊരു വ്യക്തിത്വം. ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ജിത്തുവേട്ടൻ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അത്രയും പറഞ്ഞ് തിരിഞ്ഞടക്കാൻ പോയ മിത്രയുടെ കൈകൾ പിടുത്തമിട്ട് സുജിത്ത് അവളെ തന്നെ നെഞ്ചോട് ചേർത്തു. ആ കാഴ്ച കണ്ട് ചിത്ര സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. എന്നാൽ മിത്രയൊന്ന് ഞെട്ടി. ശേഷം അവൾ സുജിത്തിന്റെ ഈറനണിഞ്ഞ മിഴിയിലേക്ക് നോക്കി. അവളുടെ നോട്ട് അവനിൽ പതിഞ്ഞപ്പോഴാണ് ചെയ്തതെന്താണെന്ന് ചിന്തയിൽ കൈകൾ പിൻവലിച്ച് സുജിത്ത് മാറി നിന്ന് ശേഷം മിത്രയെ നോക്കി. സോറി മിത്ര, ഞാൻ അറിയാതെ. മിത്ര തിരിഞ്ഞടന്നു. പിന്നെ തിരിഞ്ഞ് സുജിത്ത് നോക്കി മനോഹരമായെന്ന് പുഞ്ചിരിച്ചു. വീട്ടിലെത്തിയ മിത്ര ചിത്രയുടെ അവളുടെ ഫോട്ടോയും തലോടിയിരിപ്പാണ്. അന്ന് എന്റെ മനസ്സ് താളം തെറ്റി തുടങ്ങിയെന്ന് ഡാഡിയും മമ്മിയും മനസ്സിലാക്കിയതുകൊണ്ടും എന്നെ കൂടി നഷ്ടപ്പെടുത്താൻ വയ്യാത്തതുകൊണ്ടാണ് ടൗണിൽ നിന്ന് ഇവിടേക്ക് താമസം മാറാനുള്ള തീരുമാനത്തിൽ അവരെത്തിയത്. അതുകൂടാതെ ചിത്രയുടെ ഓർമ്മകളിൽ നിന്ന് എന്നെ മാറ്റി നിർത്തുക എന്നൊരു ഉദ്ദേശവും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ഓർമ്മകൾ തരുന്ന ഒരു സാധനവും അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ അവർ സമ്മതിച്ചില്ല. പക്ഷെ അവർ കാണാതെ ആൽബത്തിൽ നിന്ന് ഈ ഫോട്ടോ മാത്രം ഞാൻ കൂടെ കൂട്ടി. അവരുടെ ഫോട്ടോയിൽ നോക്കി മിത്ര അത്രയും മനസ്സിൽ പറഞ്ഞു. അവളുടെ ഓർമ്മകളിൽ ചിത്രയുടെ മുഖം തെളിഞ്ഞു. അപ്പോഴേക്കും ചിത്ര അവിടെ പ്രത്യക്ഷപ്പെട്ടു. നിറഞ്ഞു തുളുമ്പുന്ന മിത്രയുടെ മിഴികളിലേക്ക് ചിത്ര ഉറ്റുനോക്കി. ഇതിനെല്ലാം കാരണക്കാരനായവന്റെ മുഖം മനസ്സിൽ തെളിഞ്ഞപ്പോൾ ചിത്രയുടെ മുഖം വലിഞ്ഞു മുറുകി. സ്നേഹത്തോടെ കേൾക്കുന്ന ആ വിളിയിൽ അവളും തണുത്തു. ചിത്ര, നീ എനിക്ക് ഒത്തിരി ഉപകാരങ്ങൾ ചെയ്തു തന്നു. സ്വയം ഇല്ലാതാവുമ്പോൾ എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. പിന്നെ ആ ക്രൂരനെ ഉപദ്രവിക്കാൻ നോക്കിയപ്പോൾ അയാൾ ഇടിച്ച് പപ്പടാക്കി. പിന്നെ എനിക്ക് ആദ്യമായിട്ട് ഒരാളോട് പ്രണയം തോന്നിയപ്പോൾ എൻ്റെ കൂടെ നിന്ന് അവനോട് പറയാനുള്ള ധൈര്യം തന്നു. പിന്നെ ആ മനസ്സിൽ നിന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ വരും, എന്നെ സമാധാനിപ്പിക്കും. അതിന് ഒത്തിരി കാര്യങ്ങൾ നീ ചെയ്തു തന്നിട്ടും നിനക്കൊരു ഉപകാരം പോലും ഞാൻ ചെയ്തു തരാൻ എന്നെ കൊണ്ട് സാധിച്ചില്ലല്ലോ ചിത്ര. ആര് പറഞ്ഞു മിത്ര നീ എനിക്കൊരു ഉപകാരം ചെയ്തു തന്നില്ലെന്ന്? നീണ്ട 16 വർഷങ്ങൾ നിന്റെ ഹൃദയം തുടിച്ച് എനിക്കും കൂടി വേണ്ടിയായിരുന്നില്ലേ? ചിത്രയുടെ ആ വാക്ക് കേട്ടപ്പോൾ മിത്രയുടെ മിഴികൾ നിറഞ്ഞൊഴുകി. ചിത്ര, നമ്മളെ തമ്മിൽ പിരിച്ച ദൈവത്തോട് എനിക്ക് ദേഷ്യം തോന്നുന്നു. അന്ന് ആക്സിഡന്റ് നടന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ കൂടെ നീ ഇപ്പോഴും ജീവനോട് ഉണ്ടായിരുന്നേനെ. ദൈവത്തോട് നിനക്ക് ദേഷ്യം തോന്നാൻ മാത്രം മിത്ര. അങ്ങനെ ഒരു വിധി തന്ന ദൈവമല്ല. പിന്നെ ഒരു കുടുംബത്തിൽ 6 പേരെ ഇല്ലാതെയാക്കാൻ ഒരുവൻ നടത്തിയ ആസൂത്രിതമായ കൊലപാതക ശ്രമം. ചിത്ര, നമ്മളോട് ആരങ്ങനെ ഒരു ചതി ചെയ്ത്?
ചന്ദ്രശേഖർ. മാമനോ? മിത്ര, അർഹിക്കുന്നവർക്ക് മാത്രമേ ബഹുമാനം കൊടുക്കാൻ പാടുള്ളൂ. അല്ലാത്തവർക്ക് കൊടുത്ത് നമ്മൾ സ്വയം ചെറുതാവരുത്. മാമൻ എന്ന പേരിന് പോലും അയാൾ അർഹനല്ല. എന്നാലും ചിത്ര, അയാൾക്ക് നമ്മളോട് ഇതിന് മാത്രം ശത്രുത എന്താണ്? ശത്രുതയല്ല, ആർത്തി. പണത്തിനോടുള്ള അമിതമായ ആസക്തി കൊണ്ട് അയാൾ ബന്ധങ്ങൾ മറന്നു. മുത്തശ്ശനും മുത്തശ്ശി ആദ്യം മരണപ്പെട്ടുകൊണ്ട് നമ്മൾ 6 പേരും മരണപ്പെട്ട ഈശ്വർ ഗ്രൂപ്പിന്റെ മുഴുവൻ സ്വത്തുക്കൾ അയാൾ വന്ന് ചേരുമെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. അതിനുവേണ്ടിയാണ് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയത്. പക്ഷേ ചന്ദ്രശേഖരന്റെ ആഗ്രഹം നടന്നില്ല. ദൈവം എന്റെ മാത്രമേ ജീവനെടുത്തുള്ളൂ. എന്നിട്ടും ആർത്തിമാറായിപ്പോൾ ആദ്യം കൊണ്ട് നിന്നെ കെട്ടിക്കാൻ ശ്രമിക്കുക. ഈശ്വർ ഗ്രൂപ്പിന്റെ ഒരേ ഒരു അവകാശി അയാളുടെ മകന്റെ സ്വന്തമായ അയാൾ വിചാരിച്ച പോലെ എല്ലാം നടക്കുമെന്ന് ചന്ദ്രശേഖർ കരുതിയിട്ടുണ്ടാവും. പക്ഷേ ആദ്യേട്ടനൊരു പാവ. അത് പറയുമ്പോൾ ചിത്രയുടെ കണ്ണിൽ ഒരു നഷ്ടപ്രണയത്തിന്റെ നോവ് മിത്ര കണ്ടു. മിത്രയ്ക്ക് ചന്ദ്രശേഖരനോട് വല്ലാത്തൊരു വെറുപ്പ് തോന്നി. സ്വത്തിനു വേണ്ടി എന്റെ ഡാഡിയും അമ്മയും അച്ഛനെയും അമ്മയും എന്നെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചവൻ, എന്റെ ചിത്രയെ ഇല്ലാതാക്കിയ നീചൻ, അയാൾ ഇല്ലാതെയാവണമെന്ന് അവൾ അതിയായി ആഗ്രഹിച്ചു. അതേസമയം ചന്ദ്രശേഖരന്റെ ഫ്ലാറ്റിൽ ഡാഡിക്ക് എന്താ പറ്റിയത്? എത്ര ദിവസമായി ഡാഡി ഓഫീസിൽ നിന്ന് പോയിട്ട്? ഒരു കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേൾക്കുമ്പോൾ പോലും ഡാഡി എന്തിനെ ഇങ്ങനെ ഞെട്ടുന്നു? ഡാഡി ആരെയെ പേടിക്കുന്നത്? എന്നോടെങ്കിലും ഒന്ന് പറ ഡാഡി. മോനെ ആദി. ചന്ദ്രശേഖർ അന്ന് മിത്രയുടെ തറവാട്ടിൽ പോയതും ചിത്രയുടെ ആത്മാവ് അയാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതും പിന്നീട് ഓഫീസിൽ എല്ലാ ദിവസവും ചിത്രയുടെ ആത്മാവ് അയാളെ ക്രൂരമായി നോക്കിയതും പേടിപ്പിച്ചുമെല്ലാം ചന്ദ്രശേഖർ തന്റെ മകൻ ആദിത്യനോട് തുറന്നു പറഞ്ഞു. എന്റെ ഡാഡി ഇത് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? ഒരാത്മാവിൽ ഒരു പ്രേതമില്ല, എല്ലാം ഡാഡിയുടെ തോന്നൽ മാത്രമാണ്. അല്ല മോനെ, സത്യമായിട്ടും ഡാഡി കണ്ടതാ അവളെ. ഇനിയിപ്പോ ശരിക്കും ചിത്രയുടെ ആത്മാവിനെ ഡാഡി കണ്ടെന്നിരിക്കട്ടെ. ഡാഡി എന്തിനാ അതിന് ഭയപ്പെടുന്നു? നമ്മുടെ ചിത്രയല്ലേ ഡാഡി? നമ്മൾ അവൾക്കൊരു ദ്രോഹം ചെയ്തില്ലല്ലോ. മകന്റെ ആ വാക്ക് കേട്ടപ്പോൾ ചന്ദ്രശേഖരന്റെ തലയൊന്ന് താഴ്ന്നു. ഡാഡി 2 ദിവസം കൂടി റെസ്റ്റ് എടുക്കുക, ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. അതും പറഞ്ഞ ആദിത്യൻ ഓഫീസിലേക്ക് പോയി. അതേ നിമിഷം കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട് ചന്ദ്രശേഖറും ഞെട്ടി. പേടിയോടെ വാതിൽ തുറന്നു നോക്കുമ്പോൾ കണ്ട ചിത്രയെ കണ്ട് വിറയാർന്ന കൈകളാൽ അയാൾ വാതിൽ ശക്തിയിലടച്ച് തിരിഞ്ഞു. സോഫയിലേക്ക് നോക്കിയപ്പോൾ കാലിന്മേൽ കാൽ കയറ്റി വെച്ച് തന്നെ നോക്കുന്ന ചിത്രയെ കണ്ടു. മിസ്റ്റർ ചന്ദ്രശേഖർ. മുഴക്കത്തോടെയുള്ള ചിത്രയുടെ ശബ്ദം കേട്ട് അയാൾ ഞെട്ടിവിറച്ചു. ആ AC-യുടെ കുളിരിലും അയാൾ വിയർത്തു കുളിച്ചു. എന്നെ ഉപദ്രവിക്കരുത്. സ്വന്തം അച്ഛനായി കണ്ടതല്ലേ, നിങ്ങളെ ഇങ്ങോട്ട് വന്ന് ഉപദ്രവിച്ച് എന്നോട് പൊറുക്കണം. ഞാൻ പുറത്താൽ ഈശ്വരൻ നിന്നോട് പൊറുക്കില്ല. അത് കേട്ടപ്പോൾ അയാൾ മുറിയിലേക്ക് ഓടി. കുളിമുറിയുടെ വാതിൽ തട്ടി വിളിച്ചു. പ്രീത, വാതിലോർക്ക് ഒന്ന് വേഗം തുറക്കടി. പരിഭ്രമിച്ചുകൊണ്ട് ചന്ദ്രശേഖർ തന്റെ ഭാര്യയെ വിളിച്ചു. എന്താ മനുഷ്യ, നിങ്ങൾ എന്നെ ഒന്ന് കുളിക്കാനും സമ്മതിക്കില്ലേ? എടി വാതിലോർക്കാൻ. ആ നിമിഷം ചിത്ര ചന്ദ്രശേഖരനെ തൊട്ടുമുമ്പിലെത്തിയിരുന്നു. മിത്രയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന രൂപമായിരുന്നില്ല ആ സമയം. ചിത്രക്ക് തികച്ചും ക്രൂരമായൊരു മുഖമായിരുന്നു. ചോരക്കണ്ണുകൾ, നീണ്ട കൈവിരൽ, ചന്ദ്രശേഖരനെ കടിച്ച് തിന്നുന്ന പോലൊരു ഭാവം. നിനക്ക് വരുത്ത പണമായിരുന്നില്ലേ? പണത്തിന് വേണ്ടിയായിരുന്നില്ലേ സ്വന്തം കൂടപ്പിറപ്പിനെയും അവരുടെ ഭർത്താവിനെയും മക്കളെയും, സ്വന്തം അനുജത്തിയുടെ ഭർത്താവിന്റെ അനുജനെയും ഭാര്യയും കൊല്ലാൻ ശ്രമിച്ച്? എന്നൊന്നും ചെയ്യരുത് ചന്ദ്രശേഖർ. ആരെയും കൊല്ലാൻ മടിക്കാത്ത നിനക്കെതിരാണ് ഭയം. ആ സമയം കുളിമുറിയുടെ വാതിൽ തുറന്ന് പ്രീത പുറത്തേക്ക് ഇറങ്ങി. എന്താ മനുഷ്യ, നിങ്ങൾ ഇതിന്റെ അകത്ത് എനിക്ക് സമാധാനം തരില്ലേ? നോക്ക് പ്രീത, അവളിവിടെ. ആരുടെ കാര്യം നിങ്ങൾ ഈ പറയുന്നത്? നീ അവിടെ നോക്ക്, അവളെന്നെ കൊല്ലും. പ്രീത ചുറ്റും നോക്കി, ആരെയും അവിടെ കണ്ടില്ല. ഇവിടെ ആരുമില്ലല്ലോ മനുഷ്യ, നിങ്ങൾക്ക് തോന്നിയതാവും. അപ്പോഴേക്കും ചിത്ര പ്രീതയുടെ തൊട്ടരിയിലേക്ക് മാറി. ഇതാ അവള് നിന്റെ അടുത്തുണ്ട്, അവളെ കൊല്ലും. ചിത്ര വീണ്ടും ചന്ദ്രശേഖരനെ തൊട്ടുമുമ്പിൽ പോയി നിന്നു. ചന്ദ്രശേഖർ പേടിച്ച് പ്രീതിയുടെ പുറകിലൊളിച്ച് നിന്നു. അവളവിടെയുണ്ട്, എന്നെ കൊല്ലും. ചന്ദ്രേട്ട എന്താ ഇത്? ഇവിടെ നിന്ന് ആരുമില്ല, ചന്ദ്രേട്ട ഇവിടെ വന്നിരിക്കേ. അതേസമയം ഓഫീസിലെ ചെയറിൽ ചാരിയുന്നു തന്റെ കയ്യിലുള്ള മൊബൈൽ ഫോണിലെ മിത്രയുടെയും ചിത്രയുടെയും ചിത്രത്തിൽ ചിത്രയുടെ മുഖം സൂം ചെയ്ത് നോക്കിയായിരുന്നു ആദിത്യൻ. ചിത്ര, എന്നേക്കാൾ 5 വയസ്സ് കുറവുള്ള നീ ഈ ആദ്യേട്ടനേക്കാളും പക്വതയോട് സംസാരിക്കുമ്പോൾ ആദ്യനിൽ കൗതുകമായിരുന്നു. പിന്നീട് അത് പ്രണയമായി. പ്രായത്തിൽ കവിഞ്ഞ നിന്റെ പക്വതയാർന്ന സംസാരവും പെരുമാറ്റവും എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. മിത്ര ഒരു പൂച്ചക്കുട്ടിയാണെങ്കിൽ നീ ഒരു പുലിക്കുട്ടിയാണ് ചിത്ര. ആ പുലിക്കുട്ടിയെ ഈ ആദ്യേട്ടന് ഒത്തിരി ഇഷ്ടമായിരുന്നു. എൻ്റെ സ്വന്താക്കാൻ ഞാൻ ഒത്തിരി മോഹിച്ചിരുന്നു. പക്ഷേ നീ ആദ്യേട്ടനെ തനിച്ചാക്കി പോയില്ലേ? ഈശ്വരൻ നമ്മളെ തമ്മിൽ പിരിച്ചില്ലേ? ആദിത്യൻ ചിത്രയുടെ ഫോട്ടോ നോക്കി ആത്മകഥം പറഞ്ഞു. ഈശ്വരനല്ല, സ്വന്തം അച്ഛൻ തന്നെയാണ് അവർ തമ്മിൽ പിരിച്ചതെന്ന് അവൻ്റെ സ്വപ്നങ്ങളിൽ പോലും ഇല്ലായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, മോളെ മിത്തു, ചന്ദ്രേട്ടൻ പോയി, നമ്മളേക്ക് വിട്ടു പോയി മോളെ. കേൾക്കാൻ ആഗ്രഹിച്ച വാർത്തയായതുകൊണ്ട് തന്നെ മിത്രക്ക് സങ്കടമൊന്നും തോന്നിയില്ല. പക്ഷേ കരഞ്ഞുകൊണ്ട് പറയുന്ന അമ്മയെ കണ്ടപ്പോൾ അവൾക്ക് സഹതാപം തോന്നി. പ്രീതേശി, ആത്മഹത്യ ചെയ്യാൻ മാത്രം എൻ്റെ ചന്ദ്രന് എന്ത് പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത്? മരണ വീട്ടിലേക്ക് വന്ന ചന്ദ്രിക കരഞ്ഞുകൊണ്ട് ആദിയോടെ പ്രീതയോട് ചോദിച്ചു.
എനിക്കൊന്നും അറിയില്ല ചേച്ചി. ഞാൻ വന്ന് നോക്കുമ്പോൾ ഫാനിൽ തൂങ്ങിയാണെന്ന ചന്ദ്രേട്ടനെ ഞാൻ കണ്ടത്. ഇത് കേട്ട മിത്ര ചിത്രയെ പാളി നോക്കി. അവളുടെ നോട്ടം സങ്കടത്തോടെ തലതാഴ്ത്തി കരയുന്ന ആദ്യണിൽ മാത്രമായിരുന്നു. അത് കണ്ട മിത്ര ചിത്രയുടെ മുന്നിലായി കയറി നിന്നു. നെറ്റി വിളിച്ചുകൊണ്ട് ചിത്ര മിത്രയെ നോക്കി. അടുത്ത് കണ്ട ആരുമില്ലാത്ത മുറി ലക്ഷ്യമാക്കി മിത്ര നടന്നു. പിന്നാലെ ചിത്രയും. മിത്ര, അച്ഛനെ പോലെ കണ്ട അയാളെ കൊല്ലാൻ എനിക്കാവില്ല. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ആദ്യമാണ് ജന്മം കൊടുത്ത ആളല്ലേ. ഇനി എന്നെ ഭയന്ന് ഒരു ഭ്രാന്തനായി ജീവിക്കാൻ ചന്ദ്രശേഖർ ആഗ്രഹിച്ചു കാണില്ല. അതാവും അയാൾ അങ്ങനെ ചെയ്തു. മിത്ര ഒന്ന് വിശ്വസിച്ചു. പാവം ചെയ്ത ഒരാളെയും ദൈവം വെറുതെ വിടില്ല. മിത്ര മനസ്സിൽ ചിന്തിച്ചു. ചിത്ര, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? എപ്പോഴും ചോദിക്കണമെന്നിരുന്നു, പിന്നെ വേണ്ടാന്ന് വെക്കും. ചിത്ര കുറുമ്പോടെ മിത്രയെ നോക്കി. അവൾ ചോദിക്കാൻ പോകുന്ന എന്താണെന്ന് അറിയാമെങ്കിലും അവളായി പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കുന്ന പോലെ. ചിത്ര, നീ എൻ്റെ മുമ്പിലല്ല ആദ്യം വരേണ്ടിയിരുന്നു, പിന്നെ എന്തിനാ അഞ്ജലിയുടെ മുമ്പിൽ ആദ്യം പോയത്? കുശുമ്പോടെ പറയുന്നവൾ ഒത്തിരി വാത്സല്യത്തോടെ ചിത്ര നോക്കി. മിത്രക്ക് അഞ്ജലിയോട് കുശുമ്പ് തോന്നിയോ? ശോകമുഖമായിരുന്ന മിത്രയെ എൻ്റെ മിത്രയാക്കി മാറ്റിയത് അവളല്ലേ. അത് മാത്രമല്ല, അതിന് പിന്നിൽ വേറൊരു കാരണം കൂടിയുണ്ട്. അത് നീ വഴി അറിഞ്ഞോളൂ. മിത്ര കാര്യം മനസ്സിലാവാതെ ചിത്രയെ നോക്കി. ചിത്ര മിത്രയെ നോക്കി കണ്ടു ചിമ്മി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം. ഞാൻ പറയുന്ന കേട്ടിട്ട് മയ്യേട്ട് എന്തോന്നും മിണ്ടാത്തെ. നമ്മുടെ മിത്രമോളും ആദ്യം ശ്രീരാമനും സീതയും പോലെ നല്ല ജോഡിയല്ലേ. അത് മാത്രമല്ല, ചന്ദ്രയുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നോട് ഒരിക്കലും അത് സൂചിപ്പിച്ച. ഞാൻ പ്രീതേശ്വരോട് വിളിച്ച് ഇന്നലെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചിക്കും പൂർണ്ണ സമ്മതമായിരുന്നു. ചന്ദ്രി, കുട്ടികൾ അതിന് സമ്മതിക്കോ? പ്രത്യേകിച്ച് മിത്ര. അവളോട് എത്രയാണ് നമ്മൾ കല്യാണക്കാരും പറഞ്ഞ് ചെന്നതാ. അപ്പോഴൊന്നും അവൾ സമ്മതിച്ചിരുന്നില്ലല്ലോ. മയ്യേട്ട അന്നൊക്കെ അവൾ പഠിത്തം കഴിയട്ടെ എന്നല്ലേ പറഞ്ഞ്. ഇപ്പോൾ പഠിത്തം കഴിഞ്ഞല്ലോ. എന്തായാലും ആദ്യോട് ചോദിക്കുന്ന മുന്നേ മിത്തുമോളോട് കാര്യം പറയാം. മമ്മി എന്തൊക്കെയാ ഈ പറയുന്നത്? ആദ്യമായിട്ട് ഞാൻ ഒരിക്കലും അതിനെ കണ്ടിട്ടേ ഇല്ല. ഇനി കാണാലോ. മോളെ, ഡാഡിയും മമ്മിയും കൂടി തീരുമാനിച്ച മോൾ ഇതിന് സമ്മതിക്കണം. ഇല്ല, ഞാൻ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല. നിന്റെ വാശി നടക്കില്ല. മിത്തുമോളെ, എന്റെ ചന്ദ്രേട്ടൻ്റെ അന്ത്യാഭിലാഷം എനിക്ക് നടത്തി കൊടുക്കണം. മിത്രയിൽ പുച്ഛം നിറഞ്ഞു. മമ്മി, ഞാനൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്റെ കോളേജിൽ തന്നെയുള്ളതാ. ഓ, നീ ഇത്രയൊക്കെ വളർന്നല്ലേ? മമ്മിയുടെ ആഗ്രഹത്തിനേക്കാളും നിനക്ക് വലുത് നിന്റെ ഇഷ്ടങ്ങളാണല്ലേ. എന്റെ ഏട്ടന്റെ മകൻ ആദ്യമല്ലാതെ നിന്റെ കഴുത്തിൽ വേറെ ആരും താലികെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ ചിത്രം ഇല്ലാതാക്കിയ നമ്മളൊക്കെ കൊല്ലാൻ നോക്കിയ ദുഷ്ടന്റെ മകനെയാണമ്മ എനിക്ക് വേണ്ടി കണ്ടെത്തിയത്. എന്ത്? നീ എന്താ ഇപ്പൊ പറഞ്ഞ്? അതെ, അയാളാ ആ ചന്ദ്രശേഖര എന്റെ ചിത്രയെ കൊന്ന്. ചന്ദ്രികയുടെ കൈ ആദ്യമായി മിത്രയുടെ കവിളിൽ പതിഞ്ഞു. സ്വന്തം ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടി എന്റെ ഏട്ടനെ കുറിച്ച് എന്തും നുണയും പറയാൻ നീ കരുതിയോ? വിശ്വസിക്കാനാവാതെ കവിളിൽ കൈവച്ച് തറഞ്ഞു പോയി മിത്ര. ആ രംഗം കണ്ടുകൊണ്ടാണ് മഹേശ്വരനും വിഘ്നേശ്വരനും ഭാര്യ വിമലയും അങ്ങോട്ടേക്ക് വന്നത്. മയ്യേട്ട, കേട്ടില്ല ഇവള് പറഞ്ഞു. എന്റെ ഏട്ടനാത്രേ ചിത്ര ഇല്ലാതാക്കി നമ്മളൊക്കെ അപകടത്തിൽപ്പെടുത്തി. എന്റെ ഏട്ടൻ അങ്ങനെയൊക്കെ ചെയ്യും മയ്യേട്ട. ചന്ദ്രി, എന്തിന്റെ പേരിലായി നീ നമ്മുടെ മകളെ തല്ലാൻ പാടില്ലായിരുന്നു? മിത്രയുടെ ഓർമ്മയിൽ ഒരുവളുടെ മുഖം മാത്രം തെളിഞ്ഞു നിന്നു. ആ നിമിഷം തന്നെ ചിത്ര പ്രത്യക്ഷപ്പെട്ടു. ചിത്രയെ കണ്ട ഞെട്ടിലെ ഒരു അടി പോലും ചലിക്കാൻ കഴിയാതെ നാലുപേരും അവിടെ തന്നെ തറഞ്ഞു പോയി. എന്നാൽ മിത്രയിൽ നിറഞ്ഞ സന്തോഷമായിരുന്നു. മിത്ര പറഞ്ഞ 100% സത്യമായ കാര്യമാണ്. മമ്മി, നിങ്ങളോട് എനിക്ക് സഹതാപം തോന്നുന്നു. മക്കളെക്കാൾ നിങ്ങൾ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത് ഒരു വിഷപ്പാമ്പിനെയായിരുന്നു ചന്ദ്രശേഖർ എന്ന വിഷപ്പാമ്പിനെ. പാൽ കൊടുത്ത കൈക്ക് തന്നെ അയാൾ കൊത്തി. അയാൾക്ക് പാൽ പോലെ പരിശുദ്ധമായി നിങ്ങൾ കൊടുത്ത സ്നേഹത്തിനേക്കാൾ വലുത് പണമായിരുന്നു. സ്വത്തിനോടുള്ള ആർത്തി കാരണം അയാൾ ഭ്രാന്തനായി. എല്ലാവരെയും കൊന്ന് എല്ലാം ഒറ്റയ്ക്ക് അനുഭവിക്കണമെന്ന ചിന്ത മാത്രമായി. ആസൂത്രിത അപകടമുണ്ടാക്കി നിങ്ങളെക്കാൾ ഭയപ്പെടുത്താൻ നോക്കിയതും എന്നെ കൊന്നു അയാളാണ് ചന്ദ്രശേഖർ. ചിത്രയുടെ മുഴക്കം പോലെയുള്ള ശബ്ദത്തിൽ മിത്ര ഒഴികെ അവർ നാലുപേരും ഞെട്ടി. ചന്ദ്രികയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ചിത്രയെ കെട്ടിപ്പിടിക്കാനായി ചന്ദ്രിക ചിത്രയുടെ അടുത്തേക്ക് ഓടി. പക്ഷെ അതിന് സാധിക്കാതെ വന്നപ്പോൾ വീണ്ടും അവരുടെ മിഴികൾ തോരാതെ പെയ്തു. അമ്മി, ഡാഡി, അച്ഛൻ, അമ്മി, ഞാനിന്ന് ചിത്രയുടെ ഒരു ആത്മാവ് മാത്രമാണ്. ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി വെച്ച് ഈ ഭൂമിയിൽ നിന്ന് പോയ നിങ്ങളുടെയൊക്കെ സ്നേഹം അനുഭവിച്ച് കൊതിയില്ലാത്ത ചിത്രയുടെ ആത്മാവ് ഇന്ന് ഈ ഭൂമിയിൽ എൻ്റെ അവസാന ദിവസമാണ്. മിത്രയുടെ പ്രണയം സത്യമാണ്. സുചിത്ത് നല്ല സ്നേഹമുള്ളവരാണ്. അവന്റെ കയ്യിൽ നമ്മുടെ മിത്ര സുരക്ഷിതയായിരിക്കും. അവരുടെ കല്യാണം നിങ്ങൾ സന്തോഷത്തോടെ നടത്തി കൊടുക്കണം. മിത്രയുടെ മിഴിയോർ അവൾ ചെന്ന് നിന്നു. ആ മിഴികൾ തോരാതെ പെയ്യുകയാണ്. മടക്കി വെച്ച ഒരു കടലാസ് ചിത്രം മിത്രയ്ക്ക് നേരെ നീട്ടി. ഇതെന്റെ ഒരു ആഗ്രഹമാണ്. നീ എനിക്ക് നടത്തി തരണം. നിങ്ങൾ ഞാൻ പോയി കഴിഞ്ഞാൽ മാത്രമേ ഇത് തുറന്നു നോക്കാൻ പാടുള്ളൂ. അത്രയും പറഞ്ഞ ചിത്ര ആകാശത്ത് അലിഞ്ഞില്ലാതെയായി. ആ കാഴ്ച കണ്ടു നിൽക്കാൻ ശക്തിയില്ലാത്ത പോലെ മിത്ര കണ്ണുകൾ മുറുക്കി അടച്ചു. മഹേശ്വരനും ചന്ദ്രികയും വിഘ്നേശ്വരനും വിമലയും മിത്രയെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തി. എല്ലാവരുടെയും ശ്രദ്ധ കടലാസിലായപ്പോൾ മിത്ര അത് പതിയെ തുറന്നു. ആദിത്യൻ വേർഡ്സ് അഞ്ജലി എന്ന് മനോഹരമായി എഴുതിയിട്ടുണ്ട്. അപ്പോഴാണ് ചിത്ര അഞ്ജലിയുടെ മുന്നിൽ ആദ്യം പ്രത്യക്ഷപ്പെടാനുള്ള കാരണം മിത്രക്ക് മനസ്സിലായത്. ചിത്രയുടെ പ്രാണനായി കണ്ടവനെ സ്നേഹത്തോടെ സംരക്ഷിക്കാനുള്ള അവകാശമുള്ള കരുതലായിരുന്നു അത്. മിത്രയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. 1 വർഷത്തിന് ശേഷം നിറവരകൾ കൈ തലോടുന്ന വിമല വിഘ്നേശ്വരന്റെ കൈ അവിടെ വയറിലായിരുന്നു. എനിക്കെന്തോ പേടി തോന്നുന്നു. 22 വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ ഭാഗ്യമായതുകൊണ്ടാവും.
മനസ്സിൽ വല്ലാത്തൊരു ഭയം. ഞാൻ മരിച്ചു പോയി ചേട്ടാ. അവന്റെ കൈകൾ അവിടെ ചുണ്ടിലമർന്നു. അങ്ങനെയൊന്നും പറയില്ലേ പൊന്നെ, നമ്മുടെ കുഞ്ഞാവക്ക് നിനക്കൊന്നും സംഭവിക്കില്ല. അതേ ആശുപത്രിയിൽ തൊട്ടടുത്ത മുറിയിൽ വീർത്ത വയറിൽ ചുണ്ടുകൾ അമർത്തി നിൽക്കുന്ന സുജിത്തിനെ കണ്ണെടുക്കാതെ പുഞ്ചിരിയോടെ നോക്കി നിൽക്കുകയായിരുന്നു മിത്ര. അമ്മയെ അധികം വേദനിപ്പിക്കാതെ അച്ഛൻ്റെ കുഞ്ഞാവ് പെട്ടെന്ന് വന്നേക്കണേ, സുജിത്ത് മിത്രയുടെ വരൽ തലോടിക്കൊണ്ട് പറഞ്ഞു. വിമലയ്ക്കും മിത്രയ്ക്കും ഒരേ സമയമാണ് പ്രസവവേദന വന്ന്. ലേബർ റൂമിന്റെ മുമ്പിൽ വെപ്രാളത്തോടെ കാത്തു നിൽക്കുകയാണ് സുജിത്തും വിഘ്നേശ്വരനും മഹേശ്വരനും, ചന്ദ്രികയും സുജിത്തിന്റെ അച്ഛനും അമ്മയും. പ്രായത്തിന്റെ ആവശ്യത മറന്ന് മകളുടെ കുഞ്ഞിനെ ഒന്ന് കാണാൻ വിമലയുടെ അമ്മയും അച്ഛനും. വിമലയുടെ ബൈസ്റ്റാൻഡേഴ്സ് അത് കേട്ട് വിഘ്നേശ്വർ അടുത്തേക്ക് ഓടി. ആൺകുഞ്ഞ നിറഞ്ഞ കണ്ണുകളായതുകൊണ്ട് കുഞ്ഞിന്റെ മങ്ങിയ മുഖം മാത്രമേ വിഘ്നേശ്വരൻ കണ്ടുള്ളൂ. കണ്ണുകൾ തുടച്ചുകൊണ്ട് ദൈവം തന്ന നിധി ഒരിക്കൽ കൂടി നോക്കിയപ്പോൾ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. ശേഷം ആധിയോടെ നേഴ്സിനെ നോക്കി വിമലയും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ, കുറച്ചു കഴിഞ്ഞാൽ മുറിയിലേക്ക് മാറ്റും, അപ്പൊ കാണാം. 22 വർഷത്തെ കാത്തിരിപ്പ്. എല്ലാവരും ആ കുഞ്ഞു രാജകുമാരനെ സ്നേഹത്തോടെ നോക്കി. വിമലയുടെ അച്ഛനും അമ്മയും പേരക്കുട്ടിയെ വാത്സല്യത്തോടെ നോക്കി. സുജിത്തിന്റെ മുഖത്ത് നിറയെ തന്റെ പാതിയെയും കുഞ്ഞിനെയും ഓർത്തുള്ള ടെൻഷനാണ്. എന്റെ മിത്ര. അവന്റെ മിഴികൾ നിറഞ്ഞ് തുളുമ്പുന്നതിന് മുന്നേ നേഴ്സ് പുറത്തേക്ക് വന്നു. മിത്രയുടെ ബൈസ്റ്റാൻഡേഴ്സ് അത് കേട്ട് സുജിത്ത് അവരുടെ അടുത്തേക്ക് ഓടി. പെൺകുഞ്ഞ തന്റെ കുഞ്ഞു വാവയെ സുജിത്ത് കണ്ണുനിറയെ കണ്ടു. നേഴ്സിനോട് മിത്രയെ കുറിച്ച് ചോദിച്ചു. അവള് സുഖമായിട്ടിരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവന് സന്തോഷമായി. മഹേശ്വരനും ചന്ദ്രിക അവരുടെ പേരക്കുട്ടിയെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങി. ഒരേ ദിവസം ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞു രാജകുമാരനെയും കുഞ്ഞു രാജകുമാരിയും കിട്ടിയ ആനന്ദത്തിലായിരുന്നു ആ കുടുംബം. കുട്ടികളില്ലാത്തതിന്റെ പേരിൽ ഒരുപാട് കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും കേൾക്കേണ്ടി വന്നിട്ടുള്ളത് കൊണ്ട് കുഞ്ഞിനെ ഏറ്റുവാങ്ങുമ്പോൾ വിമലയുടെ കണ്ണുകൾ നിറഞ്ഞു. വരുൺ വിഘ്നേഷ് എന്ന നാമം അവർ കുഞ്ഞിനിട്ടു. മിത്ര തന്റെ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി നിൽക്കുകയാണ്. ഒരു കുഞ്ഞു ചിത്രയാണ് തന്റെ മുമ്പിലുള്ളതെന്ന് അവൾക്ക് തോന്നി. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിത്രയുടെയും സുജിത്തിന്റെയും ആദ്യാക്ഷരങ്ങൾ ചേർത്ത് സുചിത്ര എന്ന നാമം അവൾ കുഞ്ഞിനിട്ടു. സുജിത്തിനും ആ പേര് ഒരുപാട് ഇഷ്ടമായി. മിത്ര ആകാശത്തേക്ക് നോക്കി. ചിത്ര അവളെ നോക്കി കൈവീശി കാണിക്കുന്ന പോലെ അവൾക്ക് തോന്നി. ചുറ്റും കൈയടി ശബ്ദം ഉയർന്നു. മിസ്റ്റർ ആദിത്യൻ അനാഞ്ജലി, മിത്രയും ചിത്രയും എന്ന 2 സഹോദരിമാരുടെ കഥ പറയുന്ന നിങ്ങളുടെ തിരക്കഥ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. ഞങ്ങളുടെ അടുത്ത സിനിമ പ്രൊജക്ട് തീർച്ചയായിട്ടും തന്നെയായിരിക്കും. താങ്ക് യു സർ. ആദിത്യൻ ആദ്യമായി എഴുതിയ തിരക്കഥ സിനിമയാവുന്ന സന്തോഷത്താൽ തന്റെ പാതിയായ അഞ്ജലി എടുത്ത് ആദിത്യൻ വട്ടം കറക്കി. ചുറ്റും കൂടുന്നവർ അത് കണ്ട് കൈയടിച്ചു.